Hello everyone, welcome back to Xylem Learning and heartily welcome to our English class. This is Mohammed Shaju, your English teacher. അപ്പോൾ മക്കളെ എല്ലാവരും ഇതാ വന്നേക്കൂ, നമുക്ക് തുടങ്ങാം. നമ്മൾ ആരംഭിക്കാൻ പോവാണ്. ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ ലാസ്റ്റ് ലീഫ് എന്ന് പറയുന്ന ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. നിങ്ങളെ നയൻത് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിലുള്ള സ്റ്റോറികൾ വെച്ചിട്ട് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഒരൊറ്റ മണിക്കൂർ കൊണ്ട് നമ്മൾ പഠിച്ചെടുക്കാൻ പോകുന്നത്. ഹാഫ് ഇയർലി എക്സാമിനേഷനും പബ്ലിക് എക്സാം, നിങ്ങളുടെ ലാസ്റ്റ് എക്സാമിനേഷനും ഫൈനൽ എക്സാമിനേഷനും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾക്ക് സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ്. കാരണം ഇത് അത്രയും വലിയൊരു ചാപ്റ്ററാണ്. 6 പേജുകളുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. സോ നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ആരംഭിക്കുകയല്ലേ നമുക്ക്? യെസ്, നമ്മൾ തുടങ്ങുന്നതിന് മുമ്പേ എന്നത്തെയും പോലെ നമുക്ക് 1-2 കഥകളൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? യെസ്. അപ്പൊ നമ്മുടെ എല്ലാ മച്ചാന്മാരും ഉണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആ ഒരു എന്താ പറയാ ഷെയറിംഗ് ഒക്കെ നടത്തുക, എല്ലാ ആളുകളിലേക്കും ഫ്രണ്ട്സിലേക്കും ഒക്കെ എത്തിക്കുക. മാക്സിമം നിങ്ങളുടെ കമ്മ്യൂണിറ്റീസിലൊക്കെ ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്യുക. മാക്സിമം ആളെ കൂട്ടിയിട്ട് നമ്മുടെ പവർ എന്താണെന്ന് കാണിക്കുക. ഓക്കെ, അപ്പൊ ചില്ലായിരിക്കുക. പരീക്ഷ ഇങ്ങ് അടുത്തു അല്ലേ? പരീക്ഷ എടുത്തിട്ടുണ്ട്. സോ നമ്മൾ അടിപൊളിയായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കണം. നമ്മൾ ഒരു ദിവസം നമ്മളൊന്ന് പുറകിലേക്ക് ആയിട്ടുണ്ടെങ്കിൽ വലിയ നഷ്ടം നമുക്കുണ്ടാവും, ജീവിതത്തിലുണ്ടാവും, നമ്മുടെ മാർക്കുകളിൽ ഉണ്ടാവും. സോ മക്കളെ, നമ്മളെപ്പോഴും അലേർട്ട് ആയിരിക്കുക, വാറിയേഴ്സ് ആവുക, ബി വാറിയേഴ്സ്, യോദ്ധാക്കളാവുക. ഓക്കെ, അപ്പോ പവർ ആയിരിക്കുക. ഈ ഒരു മണിക്കൂർ നിങ്ങൾ എനിക്ക് നിങ്ങളുടെ കാതുകളെ നിങ്ങൾ കടം തരണം. ഓക്കെ, നമ്മൾ അടിപൊളിയായിട്ട് ചാപ്റ്റർ പഠിക്കും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ മാത്രമേ ക്ലാസ് മുൻപോട്ടേക്ക് പോവുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വാഗ്ദാനങ്ങൾ. ഗുഡ് ആഫ്റ്റർനൂൺ സർ മുഹമ്മദ് റമീസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, അപ്പൊ ഗുഡ് ഈവനിങ് ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഏതായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യട്ടെ. യെസ്, എൻ്റെ പേര് അറിയാത്തവർക്ക് ഞാനൊന്നുകൂടെ മെൻഷൻ ചെയ്യാം. എൻ്റെ പേര് മുഹമ്മദ് ഷാജു എന്നാണ്. MOHAMMED, മുഹമ്മദ് ഷാജു എന്നാണ് എൻ്റെ പേര്. ഓക്കെ, നമ്മുടെ ഇൻസ്റ്റഗ്രാം ID ആണ് ഷോ NV എന്ന് പറയും. ഷോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെർണാഡ് ഷോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിശ്വവിഖ്യാതനായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ ഒരുപാട് കൃതികളിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കും ഇഷ്ടമാവട്ടെ, നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ചൊക്കെ അറിയട്ടെ, വായിക്കട്ടെ ഒക്കെ ചെയ്യട്ടെ. ഏതായാലും നമ്മളൊരു കഥ പറഞ്ഞു തുടങ്ങട്ടെ. റെഡി അല്ലേ? അപ്പോ സ്ഥിരമായിട്ട് നമ്മുടെ ക്ലാസ് കാണുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, നമ്മൾ നിങ്ങളുടെ ഒരു എന്താ പറയാ അനുവാദത്തോട് കൂടിയിട്ട് ഞാൻ ക്ലാസ് ആരംഭിക്കാൻ പോവാണ്. സിംഹ ലയൺസ് ക്ലബ്ബ്. യെസ്, എന്താണ് സാർ എന്ന് വിളിച്ചിട്ട് ഹായ് സർ, അമ്മൂസ് വ്ലോഗ്സ്. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ദ മാൻ ഹു പ്ലാന്റഡ് എ ആപ്പിൾ ട്രീ എന്നാണ് എന്റെ കഥയുടെ പേര്. ദ മാൻ ഹു പ്ലാന്റഡ് എൻ ആപ്പിൾ ട്രീ. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രശ്നങ്ങളുണ്ട്. ദൈവമായ പരീക്ഷയാണ് അല്ലെ? അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, കളിയുടെ ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സ് തമ്മിലാണെങ്കിലും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് നമുക്ക് ഉണ്ടാവും. ഇതുപോലെ നമ്മുടെ രക്ഷിതാക്കളുടെ പ്രശ്നങ്ങളൊന്നും ആലോചിച്ച് നോക്കുക. അവര് ഈ പറയുന്ന നമ്മുടെ ചിന്താമണ്ഡലങ്ങളുടെ കുറച്ചും കൂടെ മുകളിലായിട്ട് ഒരുപാട് ചിന്തകൾ, ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കും ഉണ്ടാവും. പ്രോഗ്രസ് കാർഡ് നമുക്കൊരു പ്രശ്നമാണ്, ആൻസർ പേപ്പർ നമുക്കൊരു പ്രശ്നമാണ് അല്ലെ? ഇതൊക്കെ കണ്ടിട്ട് ഞാൻ നിങ്ങൾക്കോട് പറയാണ്, ഈ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമല്ല. കാരണം ജീവിതത്തിൽ നമ്മൾ ഇനി മുമ്പോട്ടേക്ക് പോകുന്ന സമയത്ത് ഇതുപോലുള്ള ഒരുപാട് ഹഡിൽസ് ഉണ്ടാവും. ആ ഹഡിൽസ് നമ്മൾ ചാടിക്കടക്കുക തന്നെ വേണം. അവിടെ നമുക്ക് വേണ്ടത് പ്രത്യാശയാണ്, പ്രതീക്ഷയാണ്, ഹോപ്പാണ്. ഇംഗ്ലീഷില് ഹോപ്പ് എന്ന് പറയും, കോപ്പല്ല, ഹോപ്പാണ്. ആ ഹോപ്പ് നമുക്കുണ്ടെങ്കിൽ ജീവിതത്തിലാണ് അടിപൊളിയായിട്ട് വിജയിക്കും. ഇതുപോലെ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് വിജയിച്ചത്. ഓക്കെ, അപ്പൊ ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേര് ദ മാൻ ഹു പ്ലാന്റഡ് ആപ്പിൾ ട്രീ. ഒരു വൃദ്ധനായ കർഷകൻ എന്ത് ചെയ്യാന്നറിയോ? അയാൾ ഒരു ആപ്പിൾ മരം നടുകയാണ്. അയാളുടെ പ്രതീക്ഷ എന്താണെന്നറിയോ മക്കളെ? അയാളുടെ പ്രതീക്ഷ ഈ ആപ്പിൾ മരം വലുതായിട്ട് ഒരുപാട് ആപ്പിളുകൾ ഉണ്ടായിട്ട് അത് വിറ്റിട്ട് അയാൾക്ക് എന്ത് ചെയ്യാം? ജീവിക്കാമല്ലോ. അങ്ങനെ ആപ്പിൾ മരം കഷ്ടപ്പെട്ട് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അത് വളർന്നു, നിറയെ ആപ്പിളുകൾ നൽകി. അങ്ങനെ അയാള് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ആ കൂടെ ചുമന്ന് കൊണ്ടുപോയി വിറ്റു. പക്ഷേ അന്നൊരിക്കൽ നല്ല ശക്തമായ ഒരു മഴ പെയ്യുകയാണ്.
ഒരുപാട് വലിയ കാറ്റ് വീശി അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. ആ നാശനഷ്ടങ്ങളിൽ ഇദ്ദേഹത്തിന്റെ മരവും പൊലിഞ്ഞുപോയി. ഇദ്ദേഹം ആകെ ഗ്ലൂമിയായി സങ്കടപ്പെട്ടു. അദ്ദേഹം ദൈവത്തോട് ചോദിക്കുകയാണ്, അല്ലയോ ദൈവമേ, എനിക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു നിരാശ തരുന്നത്? അല്ലെ, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് അദ്ദേഹം വല്ലാതെ സങ്കടപ്പെട്ട് വിലപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ ഒരു കാര്യം മനസ്സിലാക്കിയില്ല. ദൈവത്തിന്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, എന്താണ് ഈ കാറ്റത്ത് ഇദ്ദേഹത്തിന്റെ ആപ്പിള് ഒരുപാട് ദിശയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പറന്നു പോയിട്ടായിരുന്നു. അതിന്റെ വിത്തുകൾ പലയിടങ്ങളിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അവിടെ മുഴുവനും, ആ ഇടം മുഴുവനും ഒരു വലിയ ആപ്പിൾ തോട്ടമായിട്ട് വളരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നോക്ക്, ദൈവത്തിന്റെ ഓരോ കളികളാണ് അല്ലെ. അപ്പോ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് വരാം? ലക്ക് വരാം, ഭാഗ്യം വരാം. നമ്മുടെ ഇടയിൽ തന്നെ പഠിക്കാൻ മിടുക്കന്മാരായ കുട്ടികളുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ അവര് പഠിക്കാൻ കുറച്ച് പ്രയാസമുള്ള കുട്ടികൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ പഠിക്കാൻ കുറച്ച് പ്രയാസമുള്ളവരാണെന്ന് കരുതിയിട്ട് പലതിലും നമ്മൾ മാറ്റി നിർത്തപ്പെടാറുണ്ട് അവര് അല്ലെ. പല ഫ്ലെക്സുകളിലും മാറ്റി നിർത്തപ്പെടാറുണ്ട്. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ പഠിച്ച A+ വാങ്ങിയിട്ടുള്ള മുഴുവൻ കുട്ടികളുടെയും ഈ A+ നമ്മുടെ ഈ ഒരു ഫ്ലെക്സിൽ ചിത്രം കൊടുക്കുന്നതിനോട് എനിക്കൊരു യോജിപ്പില്ല. എന്താന്ന് വെച്ചാൽ ഇതിനേക്കാൾ മിടുക്കനായ പക്ഷെ പല സാഹചര്യങ്ങൾ കൊണ്ട് പഠിച്ചു മുന്നേറാൻ പറ്റാത്ത ഒരുപാട് കുട്ടികൾ അതിന് പിന്നിലുണ്ട്. പക്ഷെ അപ്പം നമ്മൾ അതുവരെ ഒന്നും തയ്യാറില്ല, പ്രൊജക്ട് ചെയ്ത് കാണിക്കാറില്ല. അങ്ങനെ ആവരുത്. സിസ്റ്റം ഒന്ന് മാറേണ്ടതുണ്ട് അല്ലെ. ഇങ്ങനെയുള്ള പല കഴിവുള്ള ആളുകൾ നിങ്ങൾക്കിടയിലുണ്ട്. സോ പ്രതീക്ഷ കൈവിടരുത് മക്കളെ. അടിപൊളിയായിരിക്കും, കോൺഫിഡന്റ് ആയിരിക്കുക. നിങ്ങളുടെ സമയം വരും, നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക, നിങ്ങൾക്ക് വിജയം ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. ഇതുപോലെ പ്രതീക്ഷയാണ് നമ്മുടെ ചാപ്റ്റർ. ഹോപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ദ ലാസ്റ്റ് ലീഫ് എന്നാണ് നമ്മുടെ കഥയുടെ പേര്. ദ ലാസ്റ്റ് ലീഫ് എന്നാണ് നമ്മുടെ കഥയുടെ പേര്. നോക്ക്, ഓ ഹെൻറി ആണ് ഇത് എഴുതിയിട്ടുള്ളത്. വേറെ ഒന്നും വേണ്ട, ഇയാളുടെ പേര് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഓ ഹെൻറി. ഓ ഹെൻറി എന്നാണ് ഈ കഥാകൃത്തിന്റെ പേര്. ഓ ഹെൻറി എന്നാണ് പേര് കേട്ടോ. ഇത് അദ്ദേഹത്തിന്റെ സിഡോണിയം എന്ന് പറഞ്ഞാല് പെൻനെയിം എന്ന് പറയാം. നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഒരു നിക് നെയിം ഉണ്ടാക്കി വെക്കുക. ഓക്കെ, വില്യം സിഡ്നി പോട്ടർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അമേരിക്കൻ ആണ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ്. ഇതൊക്കെ അഡീഷണൽ പോയിന്റ്സ്. ഓ ഹെൻറി മാത്രം നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. റെഡി അല്ലേ? നോക്കാം, നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാണ്. കുറച്ച് ലെങ്തി ചാപ്റ്റർ ആണ്. ഞാനൊന്ന് ഓടും. ബ്ലാക്ക് ബോർഡ് ആക്കൂ. സോറി, ഇപ്പൊ ബ്ലാക്ക് ബോർഡ് ആക്കാൻ കഴിയൂല. കാരണം എന്താന്ന് വെച്ചാല് വൈറ്റിലെല്ലാം സെറ്റ് ചെയ്ത് പോയതാണ്. ഹതി ക്ഷമിക്കണം. അപ്പൊ നമുക്ക് ഒന്ന് സഹകരിച്ചിട്ട് പോകാം മുമ്പോട്ടേക്ക്. ആ ലൈറ്റ് ഒന്ന് കുറച്ച്, ഫോണിന്റെ ലൈറ്റ് ഒന്ന് കുറച്ച് പിടിച്ചാൽ മതി കേട്ടോ. ടു ഗ്രീൻവിച്ച് വില്ലേജ്. ശ്രദ്ധിക്കണേ, കഥ നിങ്ങൾ ശ്രദ്ധിക്കണേ. കഥയുടെ കാര്യത്തിൽ നമ്മളൊരു കോംപ്രമൈസും ഇല്ല കേട്ടോ. ഓ ഹെൻറിയുടെ കഥയാണ്. ടു ഗ്രീൻവിച്ച് വില്ലേജ്, ഫസ്റ്റ് പാരഗ്രാഫ് ആണ്. ടു ഗ്രീൻവിച്ച് വില്ലേജ് മെനി പീപ്പിൾ കെയിം ഹു വർ ഇൻട്രസ്റ്റഡ് ഇൻ ആർട്ട്. കല ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകള് വിച്ച് വില്ലേജിലേക്ക് പോകാറുണ്ടായിരുന്നു. കല ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകള് ഗ്രീൻവിച്ച് വില്ലേജിലേക്ക് പോകാറുണ്ടായിരുന്നു. ആദ്യത്തെ സെന്റൻസ്. ഗ്രീൻവിച്ച് വില്ലേജ് എന്ന് പറഞ്ഞാല് നമ്മുടെ ന്യൂയോർക്കിനടുത്തുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒരുപാട് കലാകാരന്മാർക്കും കലയ്ക്കൊക്കെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോ എന്താ പറയുന്നത്, കലയ്ക്കും കലാകാരന്മാർക്കൊക്കെ പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ് കോഴിക്കോട് എന്ന് പറയും. എൻ്റെ കോഴിക്കോട്, നമ്മുടെ കോഴിക്കോട്. ഓക്കെ, അപ്പൊ അതുപോലെ തൃശ്ശൂര് സാഹിത്യകാരന്മാരുടെ ഒക്കെ ഒരു ഇടമാണ് അല്ലെ, ഒരു സാംസ്കാരിക പ്രവർത്തകന്മാരുടെ ഒക്കെ ഇടമാണ്. കോഴിക്കോടിന് ഇപ്പൊ ഒരു പ്രത്യേകത അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതുപോലെ കലാകാരന്മാരുടെ ഒരു ഇടമാണ് ഗ്രീൻവിച്ച് വില്ലേജ്. അവിടേക്ക് ഒരുപാട് കലാകാരന്മാര്, ആർട്ടിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ എത്താറുണ്ടായിരുന്നു. ദേ ലൈക്ക്ഡ് ദ ബൊഹീമിയൻ ലൈഫ് ഓഫ് ദ വില്ലേജ്. ബൊഹീമിയൻ ലൈഫ് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ചാർലി സിനിമ ഉണ്ടല്ലേ, നിങ്ങൾ എന്താണ് മമ്മൂട്ടിയുടെ മോന്റെ ദുൽഖർ സൽമാന്റെ ഒരു സിനിമയല്ലേ ചാർലി എന്ന് പറഞ്ഞ പേരുള്ള, അതിനകത്ത് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ഡ്രസ്സൊക്കെ നിങ്ങൾ കണ്ടില്ലേ, പ്രത്യേക തരത്തിലുള്ള ജൂട്ടിന്റെ ഡ്രസ്സും അതുപോലെ കയ്യിലൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ, ഒരു പാൻറ്റൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ഒരു പ്രത്യേക തരത്തിലുള്ള. ഇതാണ് ബൊഹീമിയൻ. അല്ലെങ്കിൽ അതിന് ആ നടിയുടെ, അതിലെ ആക്ട്രസ് ഉപയോഗിക്കുന്ന ഒരു സമയത്ത് കാണിക്കുന്നുണ്ട് അവരുടെ എന്താ പറയാ, ചെരുപ്പ്. ഒരു കാലിൽ ഒരു ചെരുപ്പ്, ഒരു കാലിൽ മറ്റൊരു ചെരുപ്പാണ്. അപ്പൊ അത് കാണുന്ന സമയത്ത് അവർക്ക് കിറുക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റൈല് ജീവിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, ബൊഹീമിയൻ ലൈഫ് എന്ന് പറയാം. ബൊഹീമിയൻ ആർട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് സാധാരണ ഇങ്ങനെ ഒരു തലവിരിഞ്ഞു പോയ ആളുകൾ എന്നൊക്കെ നമ്മൾ സാധാരണ ആളുകൾ പറയാറുണ്ട്. അപ്പൊ ഈ ബൊഹീമിയൻ ലൈഫ് സ്റ്റൈൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഈ വില്ലേജിലേക്ക് വരാറുണ്ടായിരുന്നു. ആൻഡ് ദേ എൻജോയ്ഡ് ലിവിങ് എമംഗ് സോ മെനി ആർട്ടിസ്റ്റ്. ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ കൂടെ, ഒരേ തരത്തിലുള്ള ആളുകളുടെ കൂടെ ജീവിക്കുന്നത് അവർക്ക് ഇഷ്ടമായിരുന്നു.
The buildings and apartments were often very old. അവിടെയുള്ള ബിൽഡിങ്സും അപ്പാർട്ട്മെന്റ്സും എല്ലാം വളരെ പ്രാകൃതമാണ്, പുരാതനമാണ്, പഴയതാണ്, ഡേർട്ടി ആണ്. ബട്ട് ദിസ് ഓൺലി ആഡഡ് ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദ പ്ലേസ്. പക്ഷേ ഇതെല്ലാം ആ സ്ഥലത്തിന്റെ ഇൻട്രസ്റ്റിനെ കൂട്ടുക മാത്രമാണ് ചെയ്തത്, ആ സ്ഥലത്തിന്റെ പ്രത്യേകതകളെ കൂട്ടുക മാത്രമാണ് ചെയ്തത്. നോക്കുക, ഇതൊരു സ്ഥലമാണ്, അവിടെയുള്ള ഒരു സ്ട്രീറ്റ് ആണ് ഈ ഗ്രീൻവിച്ച് വില്ലേജിലെ. അപ്പൊ അവിടെയുള്ള സ്ഥലങ്ങളുടെ നിറങ്ങളൊക്കെ നോക്ക്. ഇതുകൊണ്ട് തന്നെ ആളുകൾ എപ്പോഴും അവിടെ അട്രാക്റ്റഡ് ആയിട്ട് പോകാറുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. സെക്കൻഡ് പാരഗ്രാഫിലേക്ക് വരികയാണ്. അറ്റ് ദ ടോപ്പ് ഓഫ് എൻ ഓൾഡ് 3-story ബ്രിക്ക് ഹൗസ്. അങ്ങനെ ഒരു അപ്പാർട്ട്മെന്റ് നമ്മൾ കാണാണ്. ആ അപ്പാർട്ട്മെന്റില് 3-story ബ്രിക്ക് ഹൗസ് ആണ്. 3 story എന്ന് പറഞ്ഞാൽ 3 തട്ടുള്ള, 2 story എന്ന് പറഞ്ഞാൽ 2 തട്ടുള്ള അല്ലെ. അപ്പൊ 3-story അപ്പാർട്ട്മെന്റിനകത്ത് ഏറ്റവും മുകളിലായിട്ട് ആരാണ് മക്കളെ? സ്യൂ ആൻഡ് ജോഅന്ന. നമ്മുടെ കഥാപാത്രങ്ങളാണ്, പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ്. ആരൊക്കെയാണ്? സ്യൂ, ഒന്ന് സ്യൂ ആണ്, സ്യൂ. മറ്റാളാരാണ്? ജോഅന്ന. ജോഅന്ന എന്നാണ് അടുത്ത ആളുടെ പേര്. ഹാഡ് ദേ സ്റ്റുഡിയോ. ഇവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആണ്. അപ്പൊ അവർ രണ്ടുപേരും കലാകാരന്മാർ കൂടിയാണ്. സ്യൂ പെണ്ണാണ്, ജോഅന്നയും പെണ്ണാണ്. ഇവർ രണ്ടുപേരും കലാകാരികളാണ്. അപ്പൊ ചിത്രം വരയ്ക്കുന്നവരാണ്. അപ്പൊ കലാകാരന്മാരും എന്താ പറയാ, പെയിന്റേഴ്സോ സ്കൾപ്ചേഴ്സോ അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകളൊക്കെ, ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വർക്ക് ചെയ്യുന്ന ഇടത്തെ വിളിക്കുന്ന പേരാണ് സ്റ്റുഡിയോ എന്ന്, അല്ലെ? സ്റ്റുഡിയോ. ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്റ്റുഡിയോക്കകത്താണ്. അപ്പൊ ഇതുപോലെ ഒരു സ്റ്റുഡിയോക്കകത്താണ് അവർ അവരുടെ റൂമിൽ സ്റ്റുഡിയോ ആക്കിയിട്ടുണ്ട്. ദേ ഹാഡ് ദെയർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ അവർ താമസിക്കുന്നത് ഈ അപ്പാർട്ട്മെന്റിലാണ്. ജോൺസി വാസ് ദ ഫെമിലിയർ നെയിം ഓഫ് ജോഅന്ന. ജോഅന്നയെ നമ്മൾ വിളിക്കാൻ പോകുന്നത് ഇനി ജോൺസി മോളെ എന്നാണ്. ജോൺസി മോളെ എന്നാണ്, ജോൺസി എന്നാണ് അവളെ ഓമനിച്ച് വിളിക്കാറ്. വൺ ഓഫ് ദം വാസ് ഫ്രം ദ സ്റ്റേറ്റ് ഓഫ് മെയിൻ, ഫ്രം ദ അതർ ഫ്രം കാലിഫോർണിയ. അമേരിക്കയിലുള്ള ഒരു മെയിൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ആര് വരുന്നത്? നമ്മുടെ ഫസ്റ്റ് ഒരാൾ വരുന്നത്, മറ്റേ ആള് സ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ ജോൺസി ആയിരിക്കാം. മറ്റേ ആള് വരുന്നത് കാലിഫോർണിയയിൽ നിന്നാണ്. കാലിഫോർണിയയും അമേരിക്കയിലുള്ള മറ്റൊരു സ്ഥലമാണ്, ഒരു സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, 2 കഥാപാത്രങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഒന്നാരാണ്? സ്യൂ, രണ്ടാരാണ്? ജോൺസി. അപ്പൊ ഇവർ രണ്ടുപേരും പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് ഇവിടെ വന്ന് ഒരു റെസ്റ്റോറന്റിൽ നിന്നും കണ്ടുമുട്ടുകയാണ്, സുഹൃത്തുക്കളാവുകയാണ്. They had met in the restaurant of the English Street Hotel, 8th Street ഹോട്ടലിൽ വെച്ചിട്ട് അവർ രണ്ടുപേരും കണ്ടുമുട്ടുകയും സൗഹൃദത്തിലാവുകയാണ് ചെയ്യുന്നത്. ബോത്ത് were artists. രണ്ടുപേരും കലാകാരികളാണ്. Who had recently come to New York to make their livings. To make their livings എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? To make their livings എന്ന് പറഞ്ഞാൽ I am making my living by teaching students. ഞാൻ എന്റെ ജീവിത വരുമാനം ഉണ്ടാക്കുന്നത് കുട്ടികളെ പഠിപ്പിച്ചിട്ടാണ്. അപ്പൊ എന്താ മേക്കിംഗ് എ ലിവിംഗ് എന്ന് പറഞ്ഞാൽ? മേക്ക് എ ലിവിംഗ് എന്ന് പറഞ്ഞാൽ യെസ്, ജീവിത വരുമാനം കണ്ടെത്തുന്നത്. ഈ 2 പെൺകുട്ടികളും വരുമാനം കണ്ടെത്തുന്നത് എങ്ങനെയാണ്? യെസ്, അവര് ചിത്രം വരച്ചാണ്, ആർട്ടിസ്റ്റുകളാണ് അവര്. ദാറ്റ് വാസ് ഇൻ മെയ്. അങ്ങനെ അത് മെയ് മാസത്തിലാണ്. ആ റെസ്റ്റോറന്റിൽ നിന്നും അവര് കണ്ടുമുട്ടുകയും അവര് ഫ്രണ്ട്സ് ആവുകയും ചെയ്തത് എവിടെ വെച്ചിട്ടാണ്? ഏത് മാസമാണ്? മെയ് മാസത്തിലാണ്. ഇൻ നവംബർ. അങ്ങനെ ഇന്നത്തേക്ക് വരികയാണ്. മെയ് കഴിഞ്ഞു അല്ലെ, ഓഗസ്റ്റ് കഴിഞ്ഞു, സെപ്റ്റംബർ കഴിഞ്ഞു, ഒക്ടോബർ കഴിഞ്ഞു, നവംബർ എത്തി. ഒരുപാട് മാസങ്ങൾ ഇപ്പുറത്തെത്തി. നവംബറിൽ എ കോൾഡ്. നവംബർ നമുക്കറിയാലോ, ഇപ്പൊ നവംബർ ആണ്, നല്ല തണുപ്പാണ്. അപ്പോ നമ്മുടെ ഈ പറയുന്ന ന്യൂയോർക്കിലും അതുപോലെ തന്നെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ എമ്മാര് തണുപ്പായിരിക്കും അല്ലേ. ഞാനിവിടെ കോട്ട കെട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇതുപോലെ ഇപ്പൊ നിങ്ങൾക്കൊക്കെ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. രാത്രിയാണ് അല്ലെ, അപ്പോ ഇപ്പൊ നല്ല തണുപ്പും മഞ്ഞൊക്കെ ഉണ്ട്. അതിരാവിലെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഹെൽത്ത് ഒന്ന് ശ്രദ്ധിക്കുക. ഒരുപാട് ഈ കഫക്കെട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചുമയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുമ്പോൾ അത് മൈൻഡിനെ ബാധിക്കുമ്പോൾ പഠിക്കാൻ കഴിയൂല, സമയം ഒരുപാട് അങ്ങനെ പോകും, ഡോക്ടറെ അടുത്ത് പോകും അല്ലെ. സോ അടിപൊളിയായിട്ടിരിക്കുക. അപ്പോ ഹെൽത്തിനെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, എന്താണ്? എ കോൾഡ് അൺസീൻ സ്ട്രേഞ്ചർ. ഇവിടെ പറയുന്നത് എന്താണെന്നറിയോ? നവംബർ മാസത്തില് ഒരു തണുത്ത അൺസീൻ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത അപരിചിതൻ, സ്ട്രേഞ്ചർ വന്നു. whom the doctors called pneumonia. അവനെ ഡോക്ടർമാർ വിളിച്ച പേര് നിമോണിയ എന്നാണ്. സ്പെല്ലിംഗ് നോക്ക്, നിമോണിയ. ഓക്കെ, ഈ ഇവിടെ പറഞ്ഞിട്ടുള്ള എ കോൾഡ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ തണുപ്പല്ല കേട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞ നമ്മളിപ്പോ നവംബറിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തണുപ്പല്ല. നവംബർ മാസം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതുള്ളൂ. ഏതാണ്? തണുത്ത ഒരു വില്ലൻ വരുന്നുണ്ട്.
തണുത്ത എന്ന വേർഡ് നമ്മൾ എന്തായിട്ടാണ് കണക്ട് ചെയ്യാറ്? യെസ്, ഈ പറയുന്ന ക്രൂരതയ്ക്കും നമ്മൾ ക്രൂവൽ എന്ന അർത്ഥത്തിലും നമ്മൾ എന്തെങ്കിലും പറയാറുണ്ട്, തണുപ്പിനെ പറയാറുണ്ട് കോൾഡ് ബ്ലഡഡ് മാൻ, ക്രൂവൽ മാൻ എന്നാണ് അർത്ഥം. അപ്പൊ അതുപോലെ ഒരു തണുത്ത ഒരു ആള്, ഒരു കൊറോണ പോലെയുള്ള ഒരു നിമോണിയ എന്ന് പറയുന്ന ഒരു വലിയ രോഗം, ചില ആളുകൾക്കെങ്കിലും നിമോണിയ വന്നിട്ടുണ്ടാവും. കൊറോണ കാലത്ത് നിമോണിയ വന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്. കൊറോണ കാലത്ത് നിമോണിയ വന്ന് എന്ന് വെച്ചാൽ കൊറോണ മൂർച്ഛിച്ച് ലങ്സിനെ ബാധിച്ചു കഴിഞ്ഞിട്ട്, പനി മൂർച്ഛിച്ചിട്ട്, കഫക്കെട്ട് മൂർച്ഛിച്ചിട്ട്, ചുമയാണ് പിന്നീട് വില്ലനായിട്ട് എന്തായിട്ട് മാറുന്നു, നിമോണിയ ആയിട്ട് ലങ്സിൽ നീരിറങ്ങിയിട്ട് മരണം വരെ കാരണമാകുന്ന ഒരു മാരകമായിട്ടുള്ള അസുഖം നിമോണിയ. ഓക്കെ, പ്രത്യേകിച്ച് അത് എഫക്ട് ചെയ്യുക കുട്ടികളെ, പ്രായമായവരെ, ലങ്സിന് അസുഖമുള്ള ആളുകളെ, ഇവരെയാണ് സാധാരണ ബാധിക്കുക. പ്രായമായവർക്കൊക്കെ വളരെ സിവിയർ ആയിരിക്കും, രക്ഷപ്പെട്ട് വരാൻ ബുദ്ധിമുട്ടാണ്. ആ പനിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഓക്കെ, പനിയൊക്കെ ഉണ്ടാകുമ്പോൾ അത് വെറുതെ നമ്മളൊരു പാരസെറ്റമോൾ കഴിച്ച് അതിനങ്ങോട്ട് മാറ്റി അങ്ങനെയല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ അതിന് വേണ്ടിയുള്ള പ്രിക്കോഷൻസ് ഡോക്ടറെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് അധികമായിട്ട് പനിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പെട്ടെന്ന് കെയർ ചെയ്യണം, അല്ലെങ്കിൽ നിമോണിയൊക്കെ ആയിട്ട് മാറും. റെഡിയല്ലേ? അപ്പൊ ഇതുപോലെ അൺസീൻ ആയിട്ടുള്ള ഒരു സ്ട്രേഞ്ചർ ഹൂം ദ ഡോക്ടേഴ്സ് കോൾ നിമോണിയ എന്ന പേരിട്ട് വിളിക്കുന്ന ഒരു അസുഖം അവിടെ കടന്നു വന്നു, ആ സ്ഥലത്ത് കടന്നു വന്നു. Talked about the city എന്ന് പറഞ്ഞാല് പതിയെ നടന്ന ആളുകളെ കൊല്ലാൻ തുടങ്ങി ഈ അസുഖം എന്ന് പറയുന്നത്. ടച്ചിങ് വൺ ഹിയർ ആൻഡ് വൺ ദേർ. നമ്മൾ കൊറോണ കാലത്ത് കണ്ടില്ലായിരുന്നോ? ഇവിടെ ഒരാൾ മരിക്കുന്നു, പിന്നെ അപ്പുറത്തൊരാൾ മരിക്കുന്നു. പോലെ പറയാണ് ടച്ചിങ് വൺ ഹിയർ ആൻഡ് വൺ അതർ ദേർ എന്ന് പറഞ്ഞാല് അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് ഓരോരുത്തരെയും അത് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, അസുഖം ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്? വിത്ത് ഹിസ് ഐസി ഫിംഗർ. ഒരു പേഴ്സോണിഫിക്കേഷൻ ആണ്. വിത്ത് ഹിസ് ഐസി ഫിംഗർ എന്ന് പറഞ്ഞാല് അവന്റെ തണുത്തുറച്ച കൈകൾ കൊണ്ട്. ആരുടെ തണുത്തുറച്ച കൈകൾ കൊണ്ട്? ഈ പറയുന്ന നിമോണിയയുടെ തണുത്തുറച്ച കൈകൾ കൊണ്ട്. അപ്പൊ നിമോണിയയുടെ തണുത്തുറച്ച കൈകൾ കൊണ്ടെന്ന് പറയുമ്പോ ശരിക്കും നിമോണിയക്ക് കൈയുണ്ടോ? ഇല്ല, മനുഷ്യനാണ് കൈയുള്ളത്, അല്ലെ? അപ്പൊ ഹ്യൂമൻ ബീങ്സിന്റെ ക്വാളിറ്റി ആരുടെ ക്വാളിറ്റി ആക്കി പറഞ്ഞു? ജീവനില്ലാത്ത നിമോണിയയുടെ ക്വാളിറ്റി ആക്കി പറഞ്ഞു. സോ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? പേഴ്സോണിഫിക്കേഷൻ. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് തൊട്ടടുത്ത് തന്നെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തു വെക്കണം. ഐസി ഫിംഗർ, അവന്റെ തണുത്തുറച്ച, മരണത്തിന് ഒരു തണുത്ത സ്പർശനമാണ്, തണുപ്പാണ് എന്നൊക്കെ പറയാറുണ്ട് ചില ആൾക്കാർ. മരണത്തിന് തൊട്ടടുത്ത് പോയി വന്ന ആൾക്കാരൊക്കെ പറയാറുണ്ട്. അപ്പൊ ഏതായാലും ഇവിടെ ശ്രദ്ധിക്കുക, ഓൺ ദേർ വിത്ത് ഹിസ് ഐസി ഫിംഗർ he touched ജോൺസി ആൻഡ് ഷീലെ. അങ്ങനെ എത്തി കൊറോണ ഇവിടൊക്കെ എത്തി എന്റെ വീട്ടിലെത്തി. ഇതേപോലെ എത്തി ഈ ജോൺസിയുടെ അപ്പാർട്ട്മെന്റിലെത്തി. ആൻഡ് ടച്ച്ഡ് ജോൺസിയെ വന്ന് തൊട്ടു. ആര് തൊട്ടു? യെസ്, നമ്മുടെ നിമോണിയ തൊട്ടു. കൊറോണ എഴുതി വെക്കരുത്, നിമോണിയ തൊട്ടു. ആൻഡ് ഷീലെ, ഓള് കിടപ്പിലായി. ആൻഡ് സ്കേഴ്സ്ലി മൂവിങ്. സ്കേഴ്സ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കേഴ്സ്ലി എന്ന് പറഞ്ഞാൽ ദുർലഭമായി, വല്ലപ്പോഴും, അല്ലെങ്കിൽ ഇല്ല. നെഗറ്റീവ് വേർഡാണ്. ഇല്ല എന്നാണ് അതിനർത്ഥം. നെഗറ്റീവ് ആണ്. ഹാർഡ്ലി പറയുന്ന പോലെ സ്കേഴ്സ്ലി, അവള് അനങ്ങാതെയായി, കിടപ്പിലായി. ഓൺ ഹെർ എവിടെ കിടക്കുന്നത്? ഓൺ ഹെർ പെയിന്റഡ് അയൺ ബെഡ്. ഒന്നുമില്ല, പെയിന്റഡ് അയൺ ബെഡ് ഞാൻ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. പെയിന്റഡ് അയൺ ബെഡിൽ അവൾ കിടന്നു, ഇരുമ്പിന്റെ ഒരു കട്ടിൽ കിടന്നു. ലുക്കിംഗ് ത്രൂ ദ സ്മോൾ വിൻഡോ അറ്റ് ദ ബ്ലാക്ക് വാൾ ഓഫ് ദ ഓപ്പോസിറ്റ് ബിൽഡിംഗ്. അവൾ എങ്ങോട്ട് നോക്കിയിട്ടാ കിടപ്പ്? ആ അപ്പുറത്തുള്ള പ്ലെയിൻ വാളിലേക്ക്. ജനലിലൂടെ നോക്കിയാൽ അപ്പുറത്തുള്ള ആ പ്ലെയിൻ വാള് മാത്രമേ ഉള്ളൂ, വലിയ സീനറി ഒന്നും അവിടെ ഇല്ല. അതിലേക്ക് നോക്കി കണ്ണും നട്ട് അവൾ അങ്ങനെ കിടക്കുകയാണ്. ആര്? ജോൺസി. എവിടെ? കിടക്കയുടെ മേലെ. എന്താ കാരണം? അസുഖം വന്നു, അനങ്ങാൻ പറ്റുന്നില്ല, നിമോണിയ ആണ്. അല്ല, ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്, ക്ലിയർ ആവുന്നുണ്ടോ? ചില മച്ചന്മാരൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്, അല്ലെ? രോഹിത്തിനെ ഫോളോ ചെയ്യാനോ അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കളി ഉണ്ടെന്നോ, അവര് കളിയൊക്കെ കളിച്ച് അങ്ങനെ പോകും, അല്ലെ? ഇന്ത്യൻ ടീമൊക്കെ കളിച്ച് അങ്ങോട്ട് പോയി നമ്മൾ അടി പിടിച്ചു പോകും കേട്ടോ. അപ്പോ അതിന് നിൽക്കരുത്. കുറച്ചെങ്കിലും ബോധമുള്ളവരായിട്ട് തീരുക. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, കളിയൊക്കെ എൻജോയ് ചെയ്യണം, ശരിയാണ്. പക്ഷെ നമ്മുടെ കളി കാണാൻ വേറെ ആരുണ്ടാവില്ല. അഫ്ല ഒരുപാട് നേരമായി പറയുന്നുണ്ട് ക്ലാസ്സിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി. ഇനി അഫ്ല നമുക്ക് തുടങ്ങാം. നമുക്ക് ആലോചിച്ച് യെസ്, ഒരുപാട് ആളുകൾ യെസ് എന്ന് പറഞ്ഞിട്ട് ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. യെസ്, തിരിച്ചു വരാം. ഓൺ മോർണിംഗ്. അങ്ങനെ ഒരു ദിവസം
ഒരു ദിവസം രാവിലെ ദ ബിസി ഡോക്ടർ ഇൻവൈറ്റഡ് സ്യൂ ഇൻ ടു ദ ഹാൾ. ബിസി ഡോക്ടർ എന്ന് പറയാൻ കാരണം എന്താ? ഇയാൾക്ക് ഭയങ്കര ബിസിയാണ്. കാരണം എന്താ? എല്ലായിടത്തും ആളുകൾക്ക് അസുഖമാണ്, എല്ലായിടത്തും ഈ പറഞ്ഞ ന്യൂമോണിയ ആണ്. അപ്പോൾ ബിസി ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, സ്യൂവിനോട് പറഞ്ഞു. സ്യൂ ആരാണ്? ജോൺസിയുടെ ഫ്രണ്ട് അല്ലെ? അവർ രണ്ടുപേരല്ലേ ഒരുമിച്ച് താമസിക്കുന്നത്. അപ്പൊ സ്യൂവിനോട് വന്ന് ഹാളിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു. അവളുടെ അടുത്തൊന്നും പറഞ്ഞില്ല, പേഷ്യന്റ് അടുത്തൊന്നും പറഞ്ഞില്ല, അടുത്തേക്ക് വിളിച്ച് പറഞ്ഞു, ഷീ ഹാസ് വൺ ചാൻസ്, ലെറ്റ് us say 10 എന്ന് പറഞ്ഞാൽ ഷീ ഹാസ് വൺ ചാൻസ്, ലെറ്റ് us say 10 എന്ന് വെച്ചാൽ 10% മാത്രമേ, 10 മാത്രമേ ചാൻസ് ഉള്ളൂ മോളെ. അവൾക്ക്, നിന്റെ സുഹൃത്തിന് 10 എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചർത്ഥം അല്ലെ? 10 ഔട്ട് ഓഫ് 10 1 മാർക്ക് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞല്ലേ? അപ്പൊ അതുപോലെ 10% മാത്രമേ അവൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. He said as he shook down the mercury in his clinical thermometer. ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഇങ്ങനെ മെർക്കുറി ഇറക്കി. ഓ, ഇനിയിപ്പോ സാധ്യത ഒന്നും ഇല്ല കേട്ടോ, ഏകദേശം 1% ഉണ്ടോ, ഏതില് 10%. And that chances for her want to live. ആ 1% എന്ന് പറഞ്ഞാല് അതെന്തിനാണ് ശതമാനം അറിയോ? For her want to live എന്ന് വെച്ചാല് ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് അവൾ ആഗ്രഹിക്കണം. ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് അവൾ ആഗ്രഹിച്ചാല് 1% ചാൻസ് ഉണ്ട്. അതങ്ങനെയാണല്ലോ അല്ലെ? നമ്മൾ ഈ ഒരുപാട് ഈ ചില ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ കാണാം, ചില ആളുകൾക്ക് ഭയങ്കര നമ്മൾ എന്താ പറയുക, കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ഡോക്ടർ പ്രത്യേകം ഉണ്ടാവും. അവരുടെ ജീവിതത്തിലേക്ക് ഇതിപ്പോൾ കാലൊക്കെ മുറിഞ്ഞു പോയ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവല്ലോ. ഇപ്പം നിങ്ങളുടെ ഇടയിലുണ്ടാവും അങ്ങനെ. ഇപ്പം നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ കൗൺസിലിങ്ങിന് വേണ്ടി ഡോക്ടേഴ്സ് വരും. എന്ന് വെച്ചാൽ അവരിങ്ങനെ വന്നിട്ട് ഇങ്ങനെ കുറേ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അവരെന്ത് ചെയ്യും? ഒന്നുകൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. പ്രതീക്ഷ അറ്റുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് മരണത്തിന് കീഴടങ്ങി പോകും. അപ്പൊ അതുകൊണ്ട് ഈ ഡോക്ടർ പറഞ്ഞു കൊടുക്കാണ്, ആൻഡ് ദാറ്റ് ചാൻസ്, ആ 1 ചാൻസ് ഉണ്ടല്ലോ, ഇസ് ഫോർ ഹർ വാണ്ട് ടു ലിവ്. അവൾക്ക് ജീവിക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അതാണ് ആ ചാൻസ്. ബട്ട് യുവർ ലിറ്റിൽ ലേഡി ഹാസ് മേഡ് അപ്പ് ഹർ മൈൻഡ് ദാറ്റ് ഷീ ഹാസ് നോട്ട് ഗോയിങ് ടു ഗെറ്റ് വെൽ. പക്ഷെ നിങ്ങളുടെ ചെറിയ സുഹൃത്തുണ്ടല്ലോ, യുവർ ലിറ്റിൽ ലേഡി എന്ന് പറഞ്ഞാൽ ജോൺസി ഉണ്ടല്ലോ, അവള് തീരുമാനിച്ചിരിക്കുന്നു. ഏതാണ് ആ വേർഡ്? തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വേർഡ് ഏതാണ്? യെസ്, മെയ്ഡ് അപ്പ് ഹർ മൈൻഡ്. ഇമ്പോർട്ടന്റ് ആണ്, 10th സ്റ്റാൻഡേർഡിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മെയ്ഡ് അപ്പ് ഹർ മൈൻഡ് എന്ന് പറഞ്ഞാൽ ടു ഡിസൈഡ് എന്നാണ് അർത്ഥം. തീരുമാനിച്ചിരിക്കുന്നു. എന്തിനു തീരുമാനിച്ചിരിക്കുന്നു? ഷീ ഈസ് നോട്ട് ഗോയിങ് ടു ഗെറ്റ് വെൽ. ഞാൻ പഠിച്ചിട്ടൊന്നും പാസ്സാവൊന്നും എനിക്കൊന്നും, അല്ലെങ്കിൽ നല്ല ഫുൾ A+ ഒന്നും കിട്ടുന്നത് എനിക്കൊന്നുമില്ല എന്ന് ഞാൻ തന്നെ ആദ്യമേ വിചാരിച്ചു കഴിഞ്ഞാല് പിന്നെ ആർക്ക് രക്ഷിക്കാൻ പറ്റും എന്നെ, അല്ലെ? അപ്പൊ അദ്ദേഹം പറയാണ്, ഈ ഡോക്ടർ പറയാണ്, ജോൺസി ഉറപ്പിച്ചിട്ടുണ്ടോള് മരിക്കുന്നു. പിന്നെ ഞാൻ എന്താ ചെയ്യാ? ഹാസ് ഷീ എനിത്തിങ് ഓൺ ഹെർ മൈൻഡ്? ഡോക്ടർ ചോദിക്കാണ്, അവളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ? അവളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോന്ന് വെച്ചാൽ അവളുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹമായിട്ട് കിടക്കുന്നുണ്ടോ? എന്നാ പിന്നെ നമുക്ക് അത് പറഞ്ഞിട്ട് ജീവിപ്പിക്കാലോ, അല്ലെ? അപ്പൊ അവളോട് ചോദിച്ചപ്പോ എനിക്കറിയാം, എന്റെ അറിയില്ല, അവള് she wanted to paint the Bay of Naples someday, said Sue. പറഞ്ഞു, അവള് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരിക്കലും എനിക്ക് ബേ ഓഫ് നേപ്പിൾസ് എന്ന് പറയുന്ന യൂറോപ്പിൽ അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ ചിത്രം കാണാൻ നിങ്ങൾക്ക്, അല്ലെ? ഈ ചിത്രം എനിക്കൊന്ന് എന്ത് ചെയ്യണം, വരയ്ക്കണം. അവിടെ പോയിട്ട് ആ സ്ഥലം ഒന്ന് എനിക്ക് പകർത്തണം എന്നുണ്ടെന്ന് എന്നോട് ഇവള് പറഞ്ഞിട്ടുണ്ട്. ബേ ഓഫ് നേപ്പിൾസ് വരയ്ക്കണം. നേപ്പിൾസ് ഒരു സ്ഥലമാണ്, കോഴിക്കോട് കടപ്പുറം. എനിക്കൊന്ന് പകർത്തണം, എനിക്കൊന്ന് ക്യാൻവാസിലാക്കണം എന്ന് പറയൂലേ, അതുപോലെ ബേ ഓഫ് നേപ്പിൾസ് എനിക്കൊന്ന് വരയ്ക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് അവള് പറയാണ്. പറഞ്ഞിട്ടുണ്ടെന്ന് സ്യൂ പറഞ്ഞു. No, something more important. അതൊന്നും പോരാ. കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും സംഗതികൾ. ഫോർ എ മാൻ ഇൻസ്റ്റൻസ് പറയുമ്പോൾ വല്ല ലവറും അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ചോദിച്ചു. നോ, ഇല്ല, എന്റെ അറിവിലില്ല. വെൽ, ഇറ്റ് ഈസ് എ വീക്ക്നെസ് ദെൻ. എന്നാൽ അത് കുറച്ച് പ്രശ്നമാണ് കേട്ടോ. അതാണ് അവളുടെ വീക്ക്നെസ്. അവൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു എന്തുമില്ല, ഹോപ്പും ഇല്ല, പ്രതീക്ഷയില്ല, അല്ലെ? ഒന്നുമില്ല. said the doctor. But whenever my patients begin to count their last few moments, ഡോക്ടറിന്റെ ഒരു ഉപദേശം കൊടുക്കാണ്. എപ്പോഴെങ്കിലും എൻ്റെ പേഷ്യൻസ് അവരുടെ ലാസ്റ്റ് മൊമെന്റ്സ്, അവസാന നാളുകൾ എണ്ണിക്കിടക്കുകയാണെങ്കിൽ, മരണത്തിന് പതുക്കെ കീഴ്പ്പെടുകയാണെങ്കിൽ, I subtract 50% of the curative power of the medicines. ഞാൻ അതിൽ നിന്നും കുറയ്ക്കും. എന്തെന്നറിയോ? ഈ ക്യൂറേറ്റീവ് പവർ എന്ന് പറഞ്ഞാൽ രോഗശമനത്തിനുള്ള ശക്തി.
രോഗം ഭേദമാക്കാനുള്ള മരുന്നിന്റെ ശക്തി ഞാൻ പകുതി ശതമാനമായിട്ട് കുറയ്ക്കും. എന്ന് വെച്ചാൽ ബാക്കി പകുതി ശതമാനം അവർക്ക് എന്താ വേണ്ടത്? ആത്മവിശ്വാസമാണ് വേണ്ടത്, മരുന്നല്ല അവിടെ വേണ്ടത്. മരുന്നിനേക്കാൾ അപ്പുറത്ത് പകുതിയോളം അവർക്ക് എന്താ വേണ്ടത്? ആത്മവിശ്വാസമാണ് വേണ്ടത്. ഇഫ് യു ക്യാൻ സക്സീഡ് ഇൻ മേക്കിംഗ് ഹർ ഇൻട്രസ്റ്റഡ് ഇൻ സംതിങ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഡോക്ടർ പറയാണ്, നിങ്ങൾക്ക് അവളെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പുതിയതായി താല്പര്യം ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ, ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് അവളിൽ ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ, in asking for instance about the latest styles in women's clothes, then I will promise you a 5 in 1 chance for her instead of 1 in 10. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്ത്രീകളുടെ പുതിയ വസ്ത്രധാരണത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റൈലിനെ കുറിച്ചോ, ഹെയർ സ്റ്റൈലിനെ കുറിച്ചോ, അല്ലെങ്കിൽ ഇങ്ങനെ താടി വെക്കുന്നതിനെ കുറിച്ചോ, അല്ലെങ്കിൽ ഇങ്ങനെ സൂപ്പർ ബൈക്ക് എടുക്കുന്നതിനെ കുറിച്ചോ, അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐഫോൺ വാങ്ങുന്നതിനെ കുറിച്ചോ, അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് ഞാൻ പറഞ്ഞത് നമ്മുടെ പല ആളുകളുടെ ഒരു ആഗ്രഹമായിരിക്കും അല്ലെ, എന്താ പറയാ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, പരീക്ഷയ്ക്ക് ജയിച്ചിട്ടുണ്ടെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നത് വാങ്ങിത്തരാം അന്നത് വാങ്ങിത്തരാം എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടാണ്? ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവളെ എന്തെങ്കിലും പറഞ്ഞിട്ട്, അത് വിമൻസ് ക്ലോത്ത്സ്, സ്റ്റൈൽസ് ഇൻ വിമൻസ് ക്ലോത്ത്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഒരു ഉറപ്പ് തരാം, അങ്ങനെ പറയാൻ പറ്റുകയാണെങ്കിൽ, അവളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ 10% ഉണ്ടല്ലോ, അത് ഞാൻ കുറയ്ക്കും, 5-1 കുറയ്ക്കും. എന്ന് വെച്ചാൽ അവിടെയും ചാൻസ് കുറവാണ്, പക്ഷെ പകുതിയോളം സാധ്യതയുണ്ട് അല്ലെ. പകുതി കുറഞ്ഞു. അപ്പൊ 10-1 എന്നുള്ളത് ഞാൻ 5-1 മാറ്റുമെന്ന് ഡോക്ടർ പറയാണ്. ഇടക്ക് ഞാനൊന്ന് വിശ്രമിച്ചോട്ടെ, ഞാനൊന്ന് ചോദിക്കട്ടെ, അല്ല മക്കളെ, കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പോകുന്നില്ലേ അല്ലെ? ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? നോക്ക്, ദിസ് ഇസ് ആൻ അവാർഡ് വിന്നിംഗ് പിക്ചർ. ഇത് സബ്ജക്റ്റിലുള്ളതല്ലേ, പുറത്തുനിന്ന് ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടിയിട്ട്. ദിസ് ഇസ് ആൻ അവാർഡ് വിന്നിംഗ് പിക്ചർ ടേക്കൺ ബൈ മൈക്രോസ്കോപ്പ് ലെൻസ്. എന്താ സംഭവം അറിയോ? ആൻഡ് പുഷിങ് എ വാട്ടർ ഡ്രോപ്ലെറ്റ്. ചില ചിത്രങ്ങൾ അങ്ങനെയാണല്ലേ. ചില ചിത്രങ്ങൾ കണ്ടില്ലേ, നമ്മളെ ചിന്തിപ്പിക്കുന്ന ചില ചിത്രങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പത്രങ്ങളിലൊക്കെ ചേർന്ന് ചില ചിത്രങ്ങൾ, സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കാണുന്ന ചില ചിത്രങ്ങളല്ലേ, നമ്മൾ ചിന്തിപ്പിക്കുകയും കൂടെ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അതിശയിപ്പിക്കുകയും ചെയ്യും. ഒരു ഉറുമ്പാണത് അല്ലേ, വാട്ടർ എന്താണ് മോളിക്യൂളിനെ അല്ലെങ്കിൽ ഒരു ഡ്രോപ്ലെറ്റിനെ തള്ളിക്കൊണ്ട് പോവുകയാണ്. ഓക്കെ, നമുക്ക് ബാക്കി ഭാഗത്തേക്ക് വരാം. ആഫ്റ്റർ ദ ഡോക്ടർ ഹാഡ് ഗോൺ, ഡോക്ടർ പോയതിനു ശേഷം എന്താ പറഞ്ഞത്? തീരാൻ പോവാണ്. ആര്? ജോൺസി എന്ന് പറഞ്ഞിട്ടുണ്ട്, സുഹൃത്ത് മരിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ പോയി. സ്യൂ വെന്റ് ഇൻ ടു ഹെർ ഓൺ റൂം ആൻഡ് ക്രൈഡ്. സ്യൂ അവളുടെ മുറിയിലേക്ക് പോയി, ഒന്ന് അടച്ചിട്ട് കരഞ്ഞു. നിങ്ങൾ എവിടെ പോയിട്ടാണ് അടച്ചിട്ട് കരയാറ്? ബാത്റൂമിനകത്ത്, പില്ലോയുടെ മുകളിൽ അല്ലെ. അങ്ങനെ പല സ്ഥലങ്ങളിലും പണ്ടൊക്കെ ആളുകൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ആ ഒറ്റക്കൊന്ന് കരയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ബാത്റൂമിനകത്തൊക്കെ പോയിട്ട് ഒന്ന് നന്നായിട്ട് പൊട്ടിക്കരയും, എന്നിട്ട് തിരിച്ചു വരും. എനിക്ക് കുഴപ്പമൊന്നുമില്ല അല്ലെ. മിന്നൽ മുരളിയിൽ നിങ്ങൾ കണ്ടില്ലായിരുന്നോ? നമ്മുടെ എന്താ പറയാ, നായിക തേച്ചു പോയ സമയത്ത് നായകന്റെ ആ ഒരു പ്രതികരണം നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ പില്ലോസില് രാത്രി ആരും കാണാതെ അണ്ണാക്കിലേക്ക് തുണിയെല്ലാം കുത്തിക്കയറ്റിയിട്ട് ശബ്ദം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കരഞ്ഞ ആളുകളും നമുക്കിടയിലൊക്കെ ഉണ്ടാവും. ഓക്കെ, ചില ദുഃഖങ്ങളും വേർപിരിയലുകളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഏതായാലും ഇതുപോലെ വല്ലാതെ കഷ്ടപ്പെട്ട്, വല്ലാതെ സഹിക്കാൻ പറ്റാതെ സ്യൂ പോയിട്ട് കുറച്ച് കരഞ്ഞു. കരയണം കേട്ടോ. ചില സമയങ്ങളിൽ നമ്മൾ കരയുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് പുരുഷന്മാർക്ക് കൂടുതലും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്. നമ്മളങ്ങനെ ഇമോഷൻസിനെ അങ്ങനെ ഉള്ളിൽ വെച്ച് പിടിച്ചു വെക്കും അല്ലെ. ആരോ പറഞ്ഞിട്ടുണ്ട് പുരുഷന്മാർ കരയാൻ പാടില്ല എന്ന്. അതുകൊണ്ട് നമ്മളെ ഹാർട്ടൊക്കെ അടിച്ചു പോവാണ്. അപ്പോൾ കരഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. ലേറ്റർ ട്രൈങ് നോട്ട് ടു ഷോ ഹെർ സാഡ്നെസ്. പിന്നെ സൂവിന്റെ അടുത്തേക്ക് വരുമ്പോ സാഡ്നെസ് കാണിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവളിങ്ങനെ സ്യൂ ആണ്. ജോൺസിന്റെ അടുത്തേക്ക് വരുമ്പോ സാഡ്നെസ് കാണിക്കാൻ പാടില്ലല്ലോ. ഷീ വെന്റ് ഇൻടു ജോൺസീസ് റൂം വിസ്ലിംഗ്. ഒരു വിസിലൊക്കെ അടിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് ജോൺസിയുടെ റൂമിലേക്ക് വരികയാണ്. അതെന്തിനാ അവൾ അങ്ങനെ വന്നത്? ഒന്ന് കൂളാവാൻ വേണ്ടിയിട്ടാണ്. ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല. ഡോക്ടർ പറഞ്ഞപ്പോ ശരിയാവുന്നതാണ് ഈ രീതിയിൽ പറയാൻ വേണ്ടിട്ട് മൂപ്പരെന്ത് ചെയ്തു? അങ്ങനെ വിസിലൊക്കെ അടിച്ചിട്ട് വന്നു. ജോൺസി ലേ അണ്ടർ ദ ബെഡ് ക്ലോത്ത്സ്. ജോൺസി ആ ബെഡ് ക്ലോത്ത്സിന്റെ അടിയിൽ കിടക്കാന്ന് പറഞ്ഞാല് പുതപ്പിച്ച് കിടത്തിയതല്ല, പുതപ്പൊക്കെ പൊതച്ചിട്ട് കിടക്കാണ്. വിത്ത് ഹെർ ഫേസ് ടുവേർഡ്സ് ദ വിൻഡോ. അവളുടെ മുഖം എപ്പോഴും എവിടേക്കാണ് മക്കളെ? യെസ്, വിൻഡോക്ക് അടുത്തേക്കാണ്. എന്ന് വെച്ചാല് ആ ജനലിന്റെ നേരെ തന്നെയാണ് അവൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സ്യൂ സ്റ്റോപ്ഡ് വിസ്ലിംഗ്. അവിടെ എത്തിയപ്പോ സ്യൂ ആ വിസ്ലിംഗ് ഒന്ന് നിർത്തി. തിങ്കിങ് ജോൺസി വാസ് അസ്ലീപ്പ്.
ജോൺസി ഉറങ്ങാണോ എന്ന് വിചാരിച്ചിട്ട് അവളെ ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് വിസിലിംഗ് നിർത്തി. ബട്ട് സൂൺ യു ഹേർഡ് എ ലോ സൗണ്ട്. പക്ഷെ പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ചെറിയ ശബ്ദമാണ്. സെവറൽ ടൈംസ് റിപ്പീറ്റഡ്. ഒരുപാട് തവണ അത് ആവർത്തിക്കുന്നുണ്ട്. ഷീ വെന്റ് ക്വിക്ലി ടു ദ ബെഡ് സൈഡ്. പെട്ടെന്ന് അവള് ബെഡ് സൈഡിലേക്ക് പോയി. എന്താണെന്ന് ചോദിക്കാൻ വേണ്ടി പോയി. ജോൺസീസ് ഐസ് വർ ഓപ്പൺ വൈഡ്. ജോൺസിയുടെ കണ്ണൊക്കെ ഇങ്ങനെ തള്ളി വെക്കുകയാണ്. എന്താണ്? ഷീ വാസ് ലുക്കിംഗ് ഔട്ട് ടു ദ വിൻഡോയിലേക്ക് നോക്കി നിൽക്കുന്നു. ആൻഡ് കൗണ്ടിങ്. എണ്ണേ 1ാം ക്ലാസ്സിലാ. എന്താ എണ്ണുന്നത്? കൗണ്ടിങ് ബാക്ക്വേർഡ്സ്. തിരിച്ചാണ് എണ്ണുന്നത് അല്ലെ. 1 2 3 അല്ല, തിരിച്ചാണ് എണ്ണുന്നത്. 12 she said, and the little later കുറച്ച് കഴിഞ്ഞപ്പോ 11 and then 10 9 and then 8 and 7 almost together. അവസാനം പറഞ്ഞത് 8 7 എന്നൊക്കെ പറഞ്ഞത് ഓൾമോസ്റ്റ് ടുഗദർ ആണ്. പെട്ടെന്ന് അവള് പറഞ്ഞു തീർത്തു. ബാക്കോട്ടാണ് എണ്ണുന്നത്. ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഇപ്പഴേന് എന്ത് പറ്റി? സ്യൂ ലുക്ക് ഔട്ട് ഓഫ് ദ വിൻഡോ. സ്യൂ ഒന്ന് ജനലിന് പുറത്തേക്ക് നോക്കി. അവിടെ ആരാണത്? എണ്ണൽ പഠിപ്പിക്കുന്ന മാഷുണ്ടോ അവിടെ? ഇല്ലല്ലോ. ആരാണ്? എഡി സാറല്ലേ മാത്സ് പഠിപ്പിക്കുന്നത്? അവിടെ എഡി സാറുണ്ടോ എന്ന് നോക്കി. ഇല്ല. വാട്ട് വാസ് ദെയർ ടു കൗണ്ട്? എന്താ അവിടെ എണ്ണാനിപ്പോ എന്താണ് അവിടെ? There was only a grey backyard and the blank wall of the opposite house. അവിടെ ആ ജനലിന്റെ അപ്പുറത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലാങ്ക് വാള് മാത്രമാണ് അല്ലെ. ഒരു ബിൽഡിങ്ങിന്റെ ഗ്രേ ബാക്ക്യാർഡ്, പിൻവശത്തുള്ള ഒരു ബ്ലാങ്ക് വാള് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ആൻഡ് ഓൾഡ് ഐവി പ്ലാന്റ്. ഐവി പ്ലാന്റ് ചിത്രം കൊടുത്തിട്ടുണ്ട് ഇവിടെ, കണ്ടില്ലേ? ഐവി പ്ലാന്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടോ? അപ്പൊ ഈ ഒരു പഴയ ഐവി പ്ലാന്റ് ഒരു വൈനാണ്. വൈനിന്റെ ഒരു പ്ലാന്റ്. ആ ചെടി ഒരു പഴയ എന്താ പറയാ അസ്തമിക്കാനായിട്ടുള്ള നിൽക്കുന്ന ഒരു ചെടി അവിടെ ഉണ്ട്. ഡെഡ് അറ്റ് ദ റൂട്ട്സ് എന്ന് വെച്ചാൽ അതിന്റെ റൂട്ട്സിൽ അതിന്റെ മരണം സംഭവിച്ചിട്ടുണ്ട്. വേര് അറ്റുപോയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക മക്കളെ? വേരറ്റുപോയിട്ടുണ്ടെങ്കിൽ സാറേ പലതും സംഭവിക്കും. വേരറ്റുപോയിട്ടുണ്ടെങ്കിൽ എന്താവും? അത് കരിഞ്ഞു പോവും. ക്ലൈംബ്ഡ് ഹാഫ് വേ അപ്പ് ദ വോൾ. അത് ഏകദേശം ആ മതിലിന്റെ പകുതി എത്തിയിട്ടുണ്ട്. ദ കോൾഡ് ബ്രെത്ത് ഓഫ് ദ ഓട്ടം. ശ്രദ്ധിക്കുക, വീണ്ടും പേഴ്സോണിഫിക്കേഷൻ. ഓട്ടം എന്ന് പറഞ്ഞാൽ സീസണാണ്, ശരത്കാലത്തിന്റെ ആ തണുത്ത ബ്രെത്ത് എന്ന് പറയുമ്പോൾ തണുപ്പ്, അതിനെ കൊന്നതാണ്. ഹാഡ് ബ്ലോൺ ഓൾമോസ്റ്റ് ഓൾ ദ ലീവ്സ്. ഓട്ടം വരുമ്പോൾ വിന്ററിലേക്കുള്ള തുടക്കമാണ്. അപ്പൊ ഓട്ടത്തിലെ എല്ലാ ഈ ഇലകളും പൊഴിക്കും, മരങ്ങളൊക്കെ എന്തിനാണ്? വിന്ററിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണത് കേട്ടോ. അപ്പൊ ഈ ഇലകളൊക്കെ പൊഴിച്ചു നിൽക്കുകയാണ് പാവമാര്. ദ വൈൻ അൺടിൽ ഇറ്റ്സ് ബ്രാഞ്ചസ് വർ ഓൾമോസ്റ്റ് ബെയർ. ഇപ്പോ അതിന്റെ ബ്രാഞ്ചസ്, ഇതിന്റെ ശാഖകളൊക്കെ, അതിന്റെ ചില്ലകളൊക്കെ ഏകദേശം ബെയർ ആയിട്ടുണ്ട്. ബെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ലാത്ത അവസ്ഥ, ഇലകളൊന്നും ഇല്ലാത്ത അവസ്ഥയിലായിട്ടുണ്ട്. കുറച്ച് ഇലകൾ കൂടെ ബാക്കിയേ മാത്രമേ ഉള്ളൂ. What is it, dear? ആസു, എന്താ മോളെ? എന്താ നീ എണ്ണുന്നേ? ചോദിച്ചു. 6 said Chauncey very quietly. They are falling faster now. ദൈവമേ, ഓരോന്നോരോന്ന് വീഴാൻ പോവാണല്ലോ. 3 days go there were almost 100. നോക്ക്, 3 ദിവസം മുമ്പ് എനിക്ക് അസുഖം വരുമ്പോ അവിടെ ഏകദേശം 100 കണക്കിന് ഐവി പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, ലീവ്സ് ഉണ്ടായിരുന്നു. ഇറ്റ് മേക്സ് മൈ ഹെഡ് ഏക്ക് ടു കൗണ്ട് ദം. അപ്പൊ എനിക്കിത് എണ്ണാന് തലവേദനയാവുമായിരുന്നു, അത്ര ഉണ്ടായിരുന്നു. But now it is easy. പക്ഷെ എണ്ണാൻ ഇപ്പൊ സുഖണ്ട്. എന്താണ്? There goes another one. വീണ്ടും പോയി, അടുത്ത് പോയി. There are only 5 left now. ഈ 5 മാത്രമേ ബാക്കിയുള്ളൂ. What dear? എനിക്കൊന്നും മനസ്സിലാവില്ല. എന്ത് 5 ഉണ്ടെന്നാണ് നീ പറയുന്നത്? Tell me, said Sue. Leaves. ഇല on the ivy വൈനിലുള്ള ഇല. When the last one fall, I must go to. അവസാനത്തെ ഇല വീഴുന്ന സമയത്ത് ഞാനും പോകേണ്ടി വരും. ഇങ്ങനെയുള്ള ചില മണ്ടൻ വിശ്വാസങ്ങൾ കുട്ടിക്കാലത്ത് പല ആൾക്കാർക്കും ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മളിങ്ങനെ നടന്നു പോവാണെങ്കിൽ, സ്കൂളിലേക്ക് നടന്നു പോവാണെങ്കിൽ, ആ ചോന്ന ഷർട്ടിട്ട ഏട്ടന്റെ മുമ്പിൽ ഞാൻ എത്തിയിട്ടില്ലെങ്കിൽ ഞാൻ മണ്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ എന്ത് ചെയ്യും? അതിന് മുമ്പിൽ പെട്ടെന്ന് അയാളെ മുമ്പിൽ ഓവർടേക്ക് ചെയ്തിട്ട് ഒരു ഗമയിൽ നടത്തുവാണ്, ഞാൻ മണ്ടനല്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. ഒന്നും പറയുന്നില്ല. ഇതുപോലെയുള്ള ഒരുപാട് മണ്ടത്തരങ്ങൾ ഒക്കെ പറ്റിപ്പോയുള്ള കുട്ടിക്കാലം ഉണ്ടാവും. ഇതുപോലെ ഒരു കുട്ടിയെ പോലെ ജോൺസിന്റെ കണ്ടുപിടുത്താണ് എന്ത്? ആ മരത്തിലെ ഇലകളൊക്കെ കൊഴിഞ്ഞു വീണ സമയത്ത് ഞാനും മരിച്ചു പോകും. ഓക്കെ, അവസാനത്തെ ഇല കൂടെ അന്ന് വീണുണ്ടെങ്കിൽ ഇവളും മരിക്കും. നമുക്കൊരു തോന്നലുണ്ടാവുകയാണ്. ഈ പനിയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് ഉണ്ടാവില്ലേ ചില തോന്നലുകളൊക്കെ, അല്ലെങ്കിൽ ചില എന്താ പറയാ
എന്തൊക്കെയോ വിളിച്ച് പറയുന്ന സ്വഭാവ മൈന. മൈനയുടെ എക്സാമ്പിൾ ആണ് അല്ലേ. ഒറ്റ മൈനെ കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സുഹൃത്തിനെ വിളിച്ചിട്ട് ഇതാ നോക്കണം അവിടെ അത് നീ കണ്ടില്ല സമാധാനമായി, എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിനക്കും കൂടെ പറ്റണം എന്നുള്ള അർത്ഥമാണ് അല്ലേ. അപ്പോ ഇനി 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 I have known that for 3 days. Didn't the doctor tell you? എന്റെ മരണം 3 ദിവസങ്ങൾക്ക് മുമ്പേ എനിക്കറിയാമായിരുന്നു. ഇലകൾ കൊഴിയുന്നതോടുകൂടി ഞാനും കൊഴിഞ്ഞു പോകും, എനിക്കറിയാമായിരുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് ഡോക്ടർ ഇത് പറഞ്ഞിട്ടില്ലേ എന്ന് വെച്ചാൽ സ്യൂ, നിന്നോടിപ്പോ ഡോക്ടർ ഇതല്ലേ പറഞ്ഞത്, ഞാൻ മരിക്കാൻ പോവാന്നല്ലേ പറഞ്ഞത്. ഡോക്ടർ അങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ല. ദാറ്റ് ഇസ് പ്യൂർ ഫൂളിഷ്നെസ്. നീ എന്ത് മണ്ടത്തര പറയുന്നത്? ഇല പോയുമ്പോ നീ മരിക്കുന്നോ? സെറ്റ്സ് യു വാട്ട് ഹാവ് ഓൾഡ് ivy leaves to do with your getting well? ആ ivy ഉണങ്ങിയ മരമാണ്, അതും നിന്റെ അസുഖവും തമ്മിൽ എങ്ങനെയാണ് കണക്ട് ആവുന്നത്? And you used to love that old wine so much. ചിലപ്പോ നീ അതിനെ വല്ലാതെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു ആ വൈൻ മരത്തെ അല്ലേ, അതുകൊണ്ടായിരിക്കാം. Please don't be silly. മോളെ മണ്ടിയാവല്ലേ. The doctor told me that this morning that your chances of getting well soon were excellent. ഡോക്ടർ ഇന്ന് രാവിലെ എന്നോട് എന്താ പറഞ്ഞതെന്നറിയോ? നിന്റെ അസുഖം മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, എക്സലന്റ് ആണെന്നാണ് പറഞ്ഞത്. Now try to take some soup. മോളെ കുറച്ച് കഞ്ഞി കുടിക്കുന്ന പറഞ്ഞാൽ കുറച്ച് സൂപ്പ് കഴിക്കേ. And let me get back to work. ഞാനൊന്ന് എനിക്ക് ഈ കഞ്ഞി നീ കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്താ ചെയ്യാം, കഞ്ഞിയല്ല സൂപ്പ് നീ കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്താ ചെയ്യാം, എനിക്ക് എൻ്റെ ജോലിയിലേക്ക് പോകാം. സോ ദാറ്റ് ഐ ക്യാൻ മേക്ക് മണി ടു ബൈ സം ഗുഡ് പോട്ട് വൈൻ. പോട്ട് വൈൻ എന്ന് പറയുന്ന ഇനം വൈനാണ്, നല്ല ഇനം വൈനാണ്. നല്ലതെന്ന് പറയുമ്പോൾ വൈനൊക്കെ നല്ലതാണല്ല ഉദ്ദേശിക്കുന്നത്. പോട്ട് വൈൻ പോട്ട് വൈൻ എന്ന് പറഞ്ഞാൽ ഒരു വിലയേറിയ വൈനാണ്. ആ വിലയേറിയ വൈൻ വാങ്ങിക്കാനുള്ള, നിനക്ക് വാങ്ങിച്ചു തരാനുള്ള പൈസ എനിക്ക് ഏൺ ചെയ്യാൻ ഞാൻ ജോലി ചെയ്യട്ടെ എന്നവള് പറഞ്ഞു. You needn't get any more wine. അച്ഛാ, ഇനി സൈക്കിളൊന്നും വാങ്ങേണ്ടി വരും തോന്നില്ല, ഞാൻ മരിക്കാൻ പോവാണ്. യൂട്യൂബിലെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ആള് തട്ടിപ്പോകും. ഇങ്ങനെയുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ യൂട്യൂബിൽ ഗൂഗിളൊന്നും ചെയ്തിട്ട് നിങ്ങൾ രോഗം നിർണ്ണയിക്കാൻ നിൽക്കരുത്. അപ്പോൾ ഇവള് പറയാണ് ഡോണ്ട് നീഡ് ടു ഗെറ്റ് എനി മോർ വൈൻ. എനിക്ക് വേണ്ടി വൈനൊന്നും ഇനി വാങ്ങിക്കണ്ട. സെഡ് ജോൺസി കീപ്പിംഗ് ഹർ ഐസ് ഫിക്സ്ഡ് ഓൺ ദ വിൻഡോ. വിൻഡോയിലേക്ക് എന്നാണ് മൂപ്പത്തിന്റെ നോട്ടം. There goes another. അടുത്തതും വീട്, 5 നിന്നും അടുത്തതും വീട്. That leaves just 4. ഇനി അവിടെ there goes another. ഇനി അവിടെ 4 മാത്രമേ ഉള്ളൂ. I want to see the last one fall before it get dark. അവസാനത്തത് വീഴുന്നത് എനിക്ക് കാണണം, അത് ഇരുട്ടാവുന്നതിന് മുമ്പ് എനിക്ക് കാണണം. Then I will go to. ഞാനും എന്താ പറയും, ഗുഡ് ബൈ പറഞ്ഞ് പോകും എന്ന് വെച്ചാൽ മരിച്ചു പോകുന്നു. ജോൺ സി ഡിയർ സെറ്റ്സു. ഇത് നമ്മളോട് വീട്ടിലൊരാൾ പറയുകയാണെങ്കിൽ നമ്മളെന്താ പറയാ, അയ്യോ മോളെ ഇത് പറയരുത്. അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കാൻ ഭയങ്കര രസമാണ്. അപ്പൊ ചില ആൾക്കാർ ഭയങ്കര സെന്റി അടിക്കും, അല്ലെങ്കിൽ എന്താ പറയാ സാഡസ്റ്റ് ആയിട്ട് പറയും അല്ലെ. ജോൺ സി ഡിയർ, എന്റെ പൊന്ന് ജോൺ സി. സെറ്റ്സു bending over her. അവളുടെ അടുത്തേക്ക് കുനിഞ്ഞുകൊണ്ട് പറയണ will you promise me to keep your eyes closed and not look out the window until I have finished my working. ഞാൻ എന്റെ ജോലി ചെയ്ത് തീർക്കുന്നത് വരെ നീ ഒന്ന് കണ്ണടച്ച് കിടക്കുവോ എന്റെ പ്രിയ പൊന്നു ജോൺസി. നീ എനിക്ക് കുറച്ച് സമാധാനം കൊണ്ട്. I must deliver these drawings tomorrow. എനിക്ക് നാളെ തന്നെ ഈ ഡ്രോയിങ്സ് ഒക്കെ ഡെലിവർ ചെയ്യാനുള്ളതാണ്, കൊടുക്കാനുള്ളതാണ്. വരച്ച ചിത്രങ്ങളൊക്കെ എനിക്ക് പണം കൊടുത്ത് വാങ്ങിക്കാൻ ആൾക്കാരുണ്ട് അല്ലെ. I need the light. എനിക്ക് വെളിച്ചം വേണം. അതർവൈസ് ഐ വുഡ് പുൾ ഡൗൺ ദ കേർട്ടൻ. അല്ലെങ്കിൽ ഞാൻ ആ കേർട്ടൻ തന്നെ അങ്ങോട്ട് വലിച്ചിട്ടേനെ. എനിക്ക് ഇവിടെ ചിത്രം വരയ്ക്കണമെങ്കിൽ എനിക്ക് എന്ത് വേണം, എനിക്ക് ലൈറ്റ് വേണം. ഈ ഒരു ചിത്രം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾ ആദ്യം കാണുന്നത് ആരെയാണ് എന്ന് ഞാൻ ചോദിക്കുകയാണ്. യെസ്, ആരെയാണ് നിങ്ങൾ ആദ്യം കാണുന്നത്? നീ 2 ചിത്രങ്ങളാണ് കാണുന്നില്ല അതിനകത്ത്. ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് അല്ലെ. ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ കുറച്ചുകൂടെ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ കാണുന്നത് ആ വലിയ തലയായിരിക്കാം. അല്ല, നിങ്ങൾക്ക് വായന ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ മിക്കവാറും നിങ്ങൾ കാണുന്നത് എന്തായിരിക്കാം? ആ ചിത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരിക്കാം. അതൊക്കെ ഒരു ഫണ്ണി ഫാക്ട്സ് ആണ്, ഒന്നുമില്ല. Couldn't you draw in the other room? അപ്പോ ജോൺസി ചോദിക്കാണ്, അല്ലോ എനിക്ക് അപ്പുറത്തെ റൂമിൽ നിന്ന് വായിച്ചൂടെ? ആസ്ക്ഡ് ജോൺസി കോൾഡ്ലി. എന്താണ് കോൾഡ്ലി എന്ന് പറഞ്ഞാല്? ഇൻ ആൻ അൺഫ്രണ്ട്ലി വേ. അങ്ങനെ പറയാൻ പറ്റുമോ? ഇത്രയും ജോൺസിക്ക് സൂപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അല്ലെ, ജോൺസി പറയണം നമുക്ക് അപ്പുറത്തെ റൂമിൽ നിന്ന് വരച്ചാ പോരെ എന്ന് പറഞ്ഞപ്പോ അത് കോൾഡ്ലി ആണ്, അൺഫ്രണ്ട്ലി മാനറിലാണ് പറഞ്ഞത്. കുറച്ച് ക്രൂവൽ ആയിട്ടാണ് പറഞ്ഞത്. ക്രൂവൽ, കോൾഡ് എന്ന വേർഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോ അവള് പറയാണ് ഐ വുഡ് റാദർ സ്റ്റേ ഹിയർ വിത്ത് യു. ഇല്ല, ഞാൻ പോവില്ല. സു പറയാണ് ഞാൻ പോവില്ല, ഞാൻ നിന്റെ അടുത്ത് തന്നെ നിൽക്കും. ബിസൈഡ്സ്, ഇൻ അഡീഷൻ ടു ദാറ്റ്, ബിസൈഡ്സ് എന്ന് പറഞ്ഞാല് അതുകൂടാതെ
don't want you to keep looking at those silly ivy leaves. മാത്രമല്ല നീ ആ ivy leavesലേക്ക് നോക്കി നിൽക്കുന്നത് എനിക്ക് ഇഷ്ടവുമല്ല, ഞാൻ പോവില്ല. Tell me as soon as you have finished, said ജോൺസി. ജോൺസി പറഞ്ഞു, നിന്റെ ചിത്രം വരെ കഴിഞ്ഞാൽ എന്നോട് പറ. Closing her eyes, കണ്ണടച്ചു, and lying white and still, അവൾ അങ്ങനെ വിളറിയ മുഖത്തോട് കൂടിയിട്ട് അനങ്ങാതെ നിശ്ചലമായിട്ട് കിടക്കുകയാണ്. Because I want to see the last leaf fall. കാരണം എന്നെ വിളിക്കണം നീ വരച്ചു കഴിഞ്ഞാൽ, കാരണം എനിക്ക് അവസാനത്തെ ഇല വീണത് കാണണം അല്ലെ. ഇന്ത്യ അവസാനത്തെ ഓവറിൽ അല്ലെങ്കിൽ അവസാനത്തെ എന്താ പറയാ പന്തില് ഓസ്ട്രേലിയ അടിച്ച് ജയിക്കുന്ന ആ ഒരു മുഹൂർത്തം എനിക്ക് കാണണ്ട. ഹൃദയം തകർക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച അല്ലെ. ഏതായാലും കപ്പ് ഓസ്ട്രേലിയ കൊണ്ടുപോയി. അടുത്ത ലോകകപ്പ് വരെ നമുക്ക് കാത്തിരിക്കാം. ഏതായാലും അവിടെ നിൽക്കട്ടെ. ഇവിടെ ഐ ആം ടയർഡ് ഓഫ് വെയിറ്റിംഗ്. ഞാനാകെ കൊയങ്ങിയിരിക്കുകയാണ്. എനിക്ക് അതൊന്ന് എങ്ങനെയെങ്കിലും വീട് കിട്ടിയാൽ മതി. ഐ ആം ടയർഡ് ഓഫ് തിങ്കിങ്. ഞാൻ ആകെ ചിന്തിച്ച് ആവശ്യമായിട്ടുണ്ട്. ജോൺസിയാണ് പറയുന്നത്. ട്രൈ ടു സ്ലീപ്പ്. നീ ഒന്ന് ഉറങ്ങാൻ ശ്രമിക്കുക. സെറ്റ്സ് യു എ ലിറ്റിൽ ലേറ്റർ. I must go downstairs for a minute to get Mr. Berman, who is going to sit as my model. തൊട്ടപ്പുറത്തുള്ള മുറിയിൽ ബർമൻ എന്ന് പറയുന്ന ഒരു വയസ്സനുണ്ട്. അയാളെ വിളിച്ചു കൊണ്ടിട്ടെ എനിക്ക് എന്റെ പുതിയ ചിത്രത്തിന് എന്തിന് മോഡലായിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവരട്ടെ. ഇതുവരെ നിങ്ങൾ മിണ്ടാതിരിക്കണം, നീ ഉറങ്ങാൻ ശ്രമിക്കുക എന്ന് ഇസു പറഞ്ഞു. ബട്ട് ഐ വിൽ ബി ബാക്ക് റൈറ്റ്. പക്ഷെ ഞാൻ പെട്ടെന്ന് തന്നെ വരും അയാളെയും കൊണ്ട്. ആൻഡ് ഡോണ്ട് മൂവ്, അനങ്ങരുത്. ആൻഡ് ഓൾസോ പ്ലീസ് പ്രോമിസ് മീ നോട്ട് ടു ലുക്ക് ഔട്ട് ഓഫ് ദ വിൻഡോ. എനിക്കൊരു ഉറപ്പ് കൂടെ നീ തരണം, നീ ആ വിൻഡോക്കൊന്നും പുറത്തേക്ക് നോക്കൂലെന്ന്. Old Mr. Berman was a painter who lived on the first floor beneath them. അവർക്ക് താഴെയുള്ള ഫസ്റ്റ് ഫ്ലോറിൽ ഇയാളൊരു വൃദ്ധനായിട്ടുള്ള പെയിന്റർ ആണ് നമ്മുടെ ബർമൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ് സ്യൂ ജോൺസി ബർമൻ. ഹി വാസ് പാസ്റ്റ് 60. 60 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. ബർമൻ വാസ് എ ഫെയിലിയർ ഇൻ ആർട്ട്. കലയിലൊരു പരാജയമാണ് മൂപ്പര്. He had always wanted to paint a masterpiece. എന്ന് വെച്ചാൽ അത്ര പ്രശസ്തനൊന്നും ആയിട്ടില്ല, പൈസയൊന്നും സംഭവിച്ചിട്ടില്ല. അയാൾക്ക് എപ്പോഴും ആഗ്രഹമുണ്ട് ഒരു മാസ്റ്റർ പീസ് വരയ്ക്കണമെന്ന്. മാസ്റ്റർ പീസ് എന്താണെന്ന് അറിയാലോ, അയാളുടെ ജീവിതത്തിലെ ഏറ്റവും അടിപൊളി ചിത്രം വരയ്ക്കണമെന്ന് അയാൾ എപ്പോഴും പറയാറുണ്ട്. ബട്ട് ഹി ഹാഡ് നെവർ യെറ്റ് ബിഗൻ ടു പെയിന്റ് ഇറ്റ്. പക്ഷെ ഇന്നേ വരെ അദ്ദേഹം തുടങ്ങിയിട്ടില്ല. ഫോർ മെനി ഇയേഴ്സ്. അപ്പൊ നമ്മൾ പറയാറില്ലേ A+ അങ്ങനത്തെ ആഗ്രഹമുണ്ട്, ഞാൻ പഠിക്കാനും തുടങ്ങിയില്ല. ഇപ്പോഴും എന്താ പറയാ ഗോളി കളിച്ച് നടക്കാണ്. ഫോർ മെനി ഇയേഴ്സ് ഹി ഹാഡ് പെയിന്റഡ് നത്തിങ്. കുറെ വർഷങ്ങളായി മൂപ്പര് ഒന്നും വരച്ചിട്ടില്ല. എക്സെപ്റ്റ് നൗ ആൻഡ് ദെൻ സംതിങ് ഇൻ ദ ലൈൻ കൊമേഴ്ഷ്യൽ ഓർ അഡ്വർടൈസിംഗ് വർക്ക്. എപ്പോഴെങ്കിലും എന്തെങ്കിലും കൊമേഴ്ഷ്യൽ വർക്ക്സ്, ഇപ്പൊ ചിത്രം ബോർഡ് ചെയ്താനോ അങ്ങനെയുള്ള എന്തെങ്കിലും പൈസക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാന്നല്ലാതെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ആർട്ട് അയാൾ ചെയ്തിട്ടേ ഇല്ല. ഹി ഏൺഡ് എ ലിറ്റിൽ മണി ബൈ സെർവിങ് ആസ് എ മോഡൽ ഫോർ യങ് ആർട്ടിസ്റ്റ് who could not pay the price of a regular model. വലിയ മോഡലുകളെ വിളിച്ചിട്ട് ചിത്രം വരച്ചിട്ട് അവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കാൻ, വലിയ പൈസ കൊടുക്കാൻ ഇല്ലാത്ത ചെറിയ ആർട്ടിസ്റ്റുകളുടെ മോഡലായിട്ടൊക്കെ പോയിട്ട് ഇങ്ങനെ ഇരിക്കാറുണ്ട് ഇയാള്. ബട്ട് ഹി ഓൾവേസ് ടോക്ഡ് അബൌട്ട് ദ ഗ്രേറ്റ് മാസ്റ്റർ പീസ് ഹി വാസ് ഗോയിങ് ടു പെയിന്റ്. പക്ഷെ ഇയാൾ എപ്പോഴും ചായക്കടയിലേക്ക് ഇരിക്കുന്ന സമയത്ത് എപ്പോഴും ഇയാൾ പറയും എന്താ, ഞാനൊരു മാസ്റ്റർ പീസ് വരയ്ക്കുന്നുണ്ടല്ലോ, അത് പണിപ്പുരയിലാണല്ലോ. ഫോർ ദ റെസ്റ്റ് ഹി വാസ് എ ഫയർസ് ലിറ്റിൽ ഓൾഡ് മാൻ who regarded himself as the watchdog and protector of the two young artists living above him, whom he was very fond of. പക്ഷെ ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ കുറച്ച് എന്താണ് ആംഗ്രിയാണ്, അഗ്രസീവ് ആണ്. ഫാസ് എന്ന് പറഞ്ഞാൽ അഗ്രസീവ് ആണ്. ഇയാള് ഈ രണ്ട് പെൺകുട്ടികളുടെയും ഒരു വാച്ച് ഡോഗ്, കാവൽ പട്ടിയായിട്ട് ജീവിക്കുകയാണ് അയാൾ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ രണ്ട് പെൺകുട്ടികളെയും. അപ്പൊ അവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അവരെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അഗ്രസീവായി ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ഇയാൾക്കും ഇഷ്ടമാണ്, അയാളെ അവർക്കും ഇഷ്ടമാണ്. ആർക്ക്? ജോൺസിക്കും സിയോനും. സിയോ ഫൗണ്ട് ബ്രഹ്മൻ ഇൻ ഹിസ് പോർലി ലൈറ്റഡ് സ്റ്റുഡിയോ. അയാളുടെ സ്റ്റുഡിയോ എന്ന് പറയുന്നത് തൊട്ട് താഴെയുള്ളത് അല്ലെ, ഫസ്റ്റ് ഫ്ലോറുള്ള. അപ്പൊ അതില് ഇയാൾ ഇങ്ങനെ പൂർലി ലൈറ്റഡ് ആണ്, വലിയ വെളിച്ചമൊന്നും ഇല്ലാത്ത സ്റ്റുഡിയോക്കകത്ത് ആൾ ഇരിക്കുന്നുണ്ട്. ഇൻ വൺ കോർണർ ഓഫ് ദ റൂം stood a black canvas which had been waiting for 25 years to receive the first line, the promised masterpiece. അതിനകത്ത് ഒരു ബ്ലാങ്ക് ക്യാൻവാസ് ഉണ്ട്. ബ്ലാങ്ക് ക്യാൻവാസ് ആണ്, ബ്ലാക്ക് അല്ല, ഒരു ചിത്രം വരയ്ക്കാത്ത ബ്ലാങ്ക് ക്യാൻവാസ് ഉണ്ട്. കഴിഞ്ഞ 25 വർഷമായിട്ട് ഒരു വര പോലെ അതിനകത്ത് വരച്ചിട്ടില്ല. അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാസ്റ്റർ പീസിന് വേണ്ടിയിട്ട്. ഷീ ടോൾഡ് ഹിം ഓഫ് ജോൺസീസ് ഫാൻസി.
അവള് പറഞ്ഞു ജോൺസിക്ക് ഒരു ഫാൻസി ഉണ്ട്, ഫാൻസി കടയിൽ പോയിട്ട് വളയും മാലയും വാങ്ങിക്കുന്ന ആ ഫാൻസി അല്ല, ഇതെന്താണ് ഒരു തോട്ടാണ്, ഒരു ഐഡിയ ആണ്, ഒരു വിം എന്നൊക്കെ പറയും. ഓക്കെ, ഇവളുടെ ഈ ഒരു മാഞ്ഞാളം നല്ലേ, ആ മാഞ്ഞാളം ഒരു വാഗുണ്ട് മലബാറിലൊക്കെ കേട്ടോ, എന്ന് വെച്ചാൽ ഇവളുടെ ഒരു ആ ഒരു വിം തോട്ട് അതിനെ പറ്റിയിട്ട് ഇവളോട് പറഞ്ഞു. ആൻഡ് നൗ ഷീ ഫിയർഡ് ദ ഷീ വുഡ് ഇൻഡീഡ് light a fragile as a leaf herself float away when her light hold upon the world grew weaker. അവൾ എന്തായാലും ഒരു ഫ്രജൈൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒട്ടിപ്പോകുന്ന, പെട്ടെന്ന് ഉടഞ്ഞു പോകുന്ന എന്താ പറയാ ഒരു പ്രകൃതമാണ്. ചില കുട്ടികൾ നമ്മൾ പറഞ്ഞത് തെട്ടാവാടിയാണ് അല്ലെ, എന്തെങ്കിലും പറയുമ്പോൾ കരുകൊണ്ടിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഈസിലി ബ്രേക്കബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പെട്ടെന്ന് അവളുടെ ചുറ്റിലും പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകാവുന്ന ഒരു പെൺകുട്ടിയാണ്. ഓൾഡ് വേമൻ ഷൗട്ടഡ്. ഓൾഡ് വേമൻ കഥ കേട്ടിട്ട്, ഈ ഐവി ലീഫ് കഴിയുമ്പോൾ അവള് മരിക്കുന്നുള്ള കഥ കേട്ടിട്ട് ദേഷ്യം വന്നു. Are there people in the world who are foolish enough to die simply because leaves fall from the old vine? എന്ത് മണ്ടത്തരായി പറയുന്നത് ആൾക്കാരുണ്ടോ ലോകത്തിൽ ഇങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ? ഓൾഡ് വൈൻ, ആ ഒരു ചെടി ഓൾഡാണ്. ഓൾഡ് ആയതുകൊണ്ട് മാത്രമല്ല ഈ വൈൻ മരത്തുനിന്ന് ഇല പൊഴിഞ്ഞുകൊണ്ട് ആൾക്കാർ മരിക്കുന്ന കഥ എവിടെയും കേട്ടിരിക്കുന്നു. എന്ത് മണ്ടത്തരം അല്ലേ. ഐ ഹാവ് നെവർ ഹേർഡ് ഓഫ് സച്ച് എ തിങ്. ഞാൻ ജീവിതത്തിൽ ഇതുമാതിരി പൊട്ടന്മാരെ കണ്ടില്ല കേട്ടോ. വൈ ഡു യു പെർമിറ്റ് സച്ച് സിലി ഐഡിയാസ് ടു കം ഇൻടു യുവർ മൈൻഡ്? ചില ആൾക്കാർ അങ്ങനെയാ അല്ലെ. അച്ഛനൊക്കെ ചിലപ്പോൾ വീട്ടിൽ വന്നിട്ട് നമ്മളെന്തെങ്കിലും കൊടുത്തു വെച്ചിട്ട് അമ്മയോട് നീ നോക്കണ്ടേ, അവർ അമ്മ ഞാനത് നോക്കിക്കാമല്ലോ അല്ലെ, ഞാനത് കണ്ടിട്ടുണ്ടെങ്കിൽ അവനത് ചെയ്യാൻ സംഭവിക്കും. പക്ഷെ എന്നാലും അച്ഛനത് ചോദിച്ചാലും സമാധാനമാണ്. അതുപോലെ സിയുനോട് പറയാണ് നീ എന്തിനാണ് അതൊക്കെ അനുവദിക്കുന്നത്, ഇത്തരം ചിന്തകളൊക്കെ അവൾ എന്തിനാണ് പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ഓ ദാറ്റ് പോർ ലിറ്റിൽ മിസ് ജോൺസി. ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും എൻ്റെ മോളും ജോൺസി പാവല്ലേ അവള്. ഷീ ഈസ് വെരി ഇൽ ആൻഡ് വെരി വീക്ക് ഷീ എക്സ്പ്ലെയിൻഡ്. സിയു പറയാണ് മൂപ്പത്തിക്ക് ഭയങ്കര സുഖമാണ്, ഭയങ്കര വീക്ക് അയക്കുന്നു. അപ്പൊ അങ്ങനെ തോന്നുന്ന ഓരോ തോന്നലുകളാണ് കേട്ടോ. ആൻഡ് ദ ഫീവർ ഹാസ് ലെഫ്റ്റ് ഹെർ മൈൻഡ് ഫുൾ ഓഫ് സ്ട്രേഞ്ച് ഐഡിയാസ്. ആ ഫീവറാണ്, ആ പനിയാണ് അവളെ കൊണ്ട് പിച്ചും പേയും പറയിപ്പിക്കുന്നത്. ആ പനിയാണ് സാറേ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ജോൺസി വാസ് സ്ലീപ്പിംഗ് വെൻ ദേ ബോത്ത് വെന്റ് അപ്സ്റ്റേഴ്സ്. ജോൺസി ഉറങ്ങായിരുന്നു അവർ രണ്ടുപേരും മുകളിലേക്ക് എത്തിയപ്പോ. ഓക്കെ, റൂമിന്റെ ചിത്രം വരയ്ക്കാൻ വേണ്ടി അവിടെ എത്തിയപ്പോ ഉറങ്ങായിരുന്നു. സ്യൂ പുൾ ഡൗൺ ദ കർട്ടൻ ആൻഡ് മെൻഷൻഡ് ബർമൻ ഇൻ ടു ദ അതർ റൂം. ഉറങ്ങായതുകൊണ്ട് അവളെ ഉണർത്തണ്ടെന്ന് കരുതിയിട്ട് ആ കർട്ടൻ നമ്മുടെ ആ ഒരു വിൻഡോയുടെ കർട്ടൻ ഉണ്ടല്ലോ അത് ക്ലോസ് ചെയ്തിട്ട് ബർമനോട് പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്ത റൂമിൽ ഇരിക്കാന്ന് പറഞ്ഞു. ഉറങ്ങല്ലേ, ശല്യം ചെയ്യണ്ട. They looked out of the window fearfully at the wine. അവിടെ നിന്നിട്ട് അവർ ആ വൈനെ നോക്കുകയാണ്, ഫിയർഫുള്ളി, ഭയത്തോടു കൂടി നോക്കുകയാണ്. അതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ മക്കളെ, ലൈക്ക് ബട്ടൺ അടിക്കാത്ത ആരെങ്കിലും നിങ്ങളെ കൂട്ടത്തിലുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ആ ലൈക്ക് ബട്ടൺ ഒന്ന് അടിക്കണം. ഓക്കെ, നിങ്ങളുടെ കോമെന്റ്സ് നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, രേഖപ്പെടുത്തണം. ഓക്കെ, ആപ്പിൾ ക്ലാസ് ഉണ്ട് 8:30, ഞാൻ പോയിട്ടേ 30 വരുള്ളൂ. സോ ഡോണ്ട് വറി, നമ്മൾ ഈ ചാപ്റ്റർ തീർക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ബേജാറാവണ്ട. നോ നീഡ് ഓഫ് എനി ടൈപ്പ് ഓഫ് ബേജാർ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. He looked at each other for a moment without speaking. അവർ രണ്ടുപേരും ആ ഐവി ലീവ്സിനെ നോക്കിയിട്ട് ബേജാറായും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. A cold rain was falling. തണുത്ത മഴ പെയ്യുന്നുണ്ട്. Mixed with snow. മഞ്ഞുണ്ട് കൂടെ. Berman took a seat and prepared himself to pose Sue as a model. Berman ഒരു സ്യൂട്ടൊക്കെ ഇട്ടിട്ട് നമ്മുടെ മോഡലായിട്ടിരുന്നു. When Sue woke up the next morning, she found Johnsy with dull, wide-opened eyes looking at the window. പിറ്റേ ദിവസം സ്യൂ എണീറ്റ് നോക്കുന്ന സമയത്ത് ജോൺസി ഇപ്പോഴും വിൻഡോക്ക് പുറത്തേക്ക് വല്ലാതെ കണ്ണൊക്കെ നട്ടിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. Pull the curtain. I want to see. Johnsy said quietly. Sue obeyed. ആ കർട്ടൻ ഒന്ന് മാറ്റൂ, എനിക്ക് കാണണം. സ്യൂ അവോയ്ഡ് ചെയ്തു. But after the heavy rain, പക്ഷേ ദൈവമേ അത്ഭുതം എന്ന് പറയട്ടെ, after the heavy rain, ഈ കോരിച്ചൊരിയുന്ന മഴയുണ്ടായിട്ടും, the strong wind, വലിയ കാറ്റ് വീശിയിട്ടും, one leaf was still hanging on the vine. ഒരു ഇല മാത്രം അവിടെ തൂങ്ങിക്കിടക്കുന്നു. The last leaf, അവസാനത്തെ ഇല അവിടെ തടഞ്ഞു നിൽക്കുന്നു. Still dark green, ഇപ്പോഴും നല്ല പച്ചപ്പോട് കൂടി നിൽക്കുന്നു. It hung bravely from the branch some 20 feet above the ground. 20 അടിയോളം ഉയരത്തിലാണ് അത് മുകളിൽ അങ്ങനെ അനങ്ങാതെ വിട്ടുകൊടുക്കാതെ പിടിച്ചു നിന്നിരിക്കുന്നു. It is the last one, said Johnsy. ദൈവമേ, ഇത് അവസാനത്തേതാണല്ലോ. I thought it would be surely fall during the night. ഞാൻ കരുതി അതും വീണിട്ടുണ്ടാവും രാത്രിയിലെ ഈ ഒരു പേമാരിയിൽ. I heard the wind and the rain. ഞാൻ കേട്ടതാണ് മഴയും കാറ്റും. It will fall today. ഏതായാലും ഇന്ന് വീഴുമായിരിക്കും. And I shall die at the same time. അതിന്റെ കൂടെ ഞാനും മരിക്കും.
Dear Johnsy, എന്റെ പൊന്നു ജോൺസി, said Sue, placing her face close to Johnsy's on the pillow. പില്ലോക്ക് അടുത്തേക്ക് അവളുടെ മുഖം അമർത്തിക്കൊണ്ട്, ജോൺസി മോളെ പറയൂ, think of me. നീ എന്നെ കുറിച്ച് ഒന്ന് ആലോചിക്കുക. If you won't think of yourself, നിന്നെ കുറിച്ച് നിനക്ക് വേണ്ട, നിനക്ക് ജീവിതം വേണ്ടെങ്കിൽ നീ എന്നെ കുറിച്ച് ഒന്ന് ആലോചിക്കുക. What shall I do? നീ പോയാൽ ഞാൻ എന്ത് ചെയ്യൂടോ? The day wore away, and when even through the twilight they could see the lonely ivy leaf changing into stem again the wall. And then with the coming of the night, the north wind was loosed, and the rain began to fall heavily. അങ്ങനെ പിറ്റേ ദിവസവും കടന്നു പോവുകയാണ്. ആ കടന്നു പോകുന്ന സമയത്ത് മുഴുവനും ഇവര് ആ ഐവി ലീഫിനെ നോക്കുന്നുണ്ട്. മഴ പെയ്യുന്നുണ്ട്, കാറ്റ് അടിക്കുന്നുണ്ട്, പക്ഷെ ആ ലീഫ് മാത്രം അനങ്ങുന്നില്ല, അവിടെ നിൽക്കുന്നുണ്ട്. Even when it was light enough Johnsy, the merciless commanded that the curtain to be raised. പിറ്റേ ദിവസം രാവിലെ ആയപ്പോ mercilessly എന്ന് പറഞ്ഞാല് ദയയില്ലാതെ, കരുണയില്ലാതെ ആ ജോൺസി എന്ന് പറയുന്നവള് എന്ത് പറയാണ്, ആ കർട്ടൻ നീക്ക്, ഞാൻ നോക്കട്ടെ. The ivy leaf was still there. ഇപ്പോഴും നിൽക്കുന്നു ഐവി ലീവ് അവിടെ തന്നെ. ജോൺസി lay for a long time looking at it. ജോൺസി അതിനെ തന്നെ ഇങ്ങനെ കണ്ണും നട്ട് കുറെ നേരം നോക്കി നിന്നു. And then she called to Sue. എന്നിട്ട് സ്യൂനെ വിളിച്ചു, ഇവിടെ വാ, I have been a bad girl, Sue. ഞാനൊരു ചീത്ത കുട്ടിയായിരുന്നു ഇതുവരെ, Sue said Johnsy. Something has made the last leaf stay there just to show me how bad I was. എന്തോ ഒരു ശക്തി ആ ഇലയെ അവിടെ നിർത്തിയതാണ് എനിക്ക് കാണിച്ചു തരാൻ. How bad I was, എത്ര മോശക്കാരിയായിരുന്നു ഞാൻ, അല്ലെ? പെട്ടെന്ന് ഒരു പനി വരുമ്പോഴേക്കും മരിക്കാൻ വേണ്ടിട്ട് തയ്യാറായ എന്നെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിട്ട് ആരോ ആ മരത്തെ, ആ ഒരു ഇലയെ, ഏതോ ഒരു ശക്തി അവിടെ നിർത്തിയതാണ്. It is a sin to want to die. മരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതൊരു പാപമാണ്. You may bring me a little soup now. ഇപ്പൊ കുറച്ച് സൂപ്പ് എടുത്തോ, കുഴപ്പമില്ല, ഒരു ചായം പരിപ്പോടോ ആയിക്കോട്ടെ, അല്ലെ, സൂപ്പ് എടുക്ക്, ഞാൻ ജീവിതത്തിലേക്ക് വരികയാണ്. And then put some pillows behind me. എനിക്ക് പുറകില് പ്രോപ്പറായിട്ട് ഒരു പില്ലോ വെക്ക്, ചാരിയിരിക്കട്ടെ. And I will sit up and watch you cook. നീ പാചകം ചെയ്യുന്നത് ഞാൻ നോക്കിയിരിക്കാം. മാറ്റം നോക്ക്, ഒരാളുടെ മനസ്സിലുണ്ടാവുന്ന മാറ്റം നോക്ക്. An hour later she replied. ഒരു മണിക്കൂർ ശേഷം അവൾ പിന്നെയും പറഞ്ഞു, Sue, someday I hope to paint the Bay of Naples. Sue, എനിക്കിപ്പോ ഒരു ആഗ്രഹമുണ്ട്. എന്താണെന്നറിയോ? ആ നേപ്പിൾസിലെ ആ ബേ ഒന്ന് വരയ്ക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, കോഴിക്കോട് ബീച്ച് വരയ്ക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. The doctor came in the afternoon. ഡോക്ടർ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ആഫ്റ്റർനൂണിൽ വന്നു. Even chances, സാധ്യത കേട്ടോ, said the doctor, taking Sue thin, shaking hand in with her. വിറച്ചുകൊണ്ടിരിക്കുന്ന ആ മൃദുലമായ കൈകൾ അയാൾ പിടിച്ചിട്ട് പറഞ്ഞു, സാധ്യതയുണ്ട്. With good nursing you will win. നല്ല പരിചരണം കൊടുത്താല് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. And now I must see another case I have downstairs. ഇപ്പൊ സമയമില്ല, കാരണം എന്താന്ന് വെച്ചാല് താഴെ ഒരു മുഖ്യമായ കേസ് ഇരിക്ക്. സോ എനിക്ക് അവിടെ പോകേണ്ടതായിട്ടുണ്ട്. ബർമൻ is his name. No, ബർമൻ നെറ്റാ അയാളെ പേര് തോന്നുന്നു. താഴെ ഒരാൾക്ക് അസുഖമുണ്ട്, ബർമൻ നെറ്റാ പേര് തോന്നുന്നു. Some kind of an artist. എന്തൊരു ആർട്ടിസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നു, I believe. Pneumonia too. അതും ന്യൂമോണിയ തന്നെയാണ്. He is an old weak man. ആള് ഭയങ്കര 60 കഴിഞ്ഞിട്ട് ഓൾഡ് ആണ്, വീക്കും ആണ്. And the attack is acute എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ആണ്. ആൾക്ക് കുറച്ച് ക്രിട്ടിക്കൽ ആണ്. There is no hope for him. സീനാണ്, ഹോപ്പ് ഒന്നുമില്ല. But he goes to the hospital today to be made more comfortable. എന്നാലും ഹോസ്പിറ്റലിലേക്ക് എടുക്കുന്നുണ്ട് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട്. The next day the doctor said to Sue. പിറ്റേ ദിവസം ഡോക്ടർ വന്നിട്ട് സ്യൂവിനോട് പറയാണ്, she is out of danger. ഒരു പേടിയും പേടിക്കണ്ട, നമ്മുടെ ജോൺസി കുട്ടി ഔട്ട് ഓഫ് ഡേഞ്ചർ ആയിട്ടുണ്ട്. ഓക്കെ, you won. നീ വിജയിച്ചു സ്യൂ. ന്യൂട്രീഷൻ ആൻഡ് കെയർ നൗ. ഇനി വേണ്ടത് നല്ല പോഷകാഹാരങ്ങൾ അങ്ങനെ കൊടുക്കുക. That's all. അത് മാത്രം മതി കേട്ടോ, മരുന്നൊന്നും വേണ്ട. And that afternoon Sue came to the bed where Johnsy lay. അന്ന് സ്യൂ എവിടേക്ക് വന്നു, ജോൺസി കിടന്ന ആ സ്ഥലത്തേക്ക് വന്നു. Contently and put one arm around her pillows and all. അവളിങ്ങനെ എന്താ പറയാ, സാറ്റിസ്ഫൈഡ് ആയിട്ട് അവളങ്ങനെ ചേർത്ത് പിടിച്ചു നിന്നു. I have something, കഴിയാറായിട്ട് മക്കളെ, I have something to tell you, she said. എനിക്ക് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. Mr. Berman died of pneumonia today in the hospital. ഇന്ന് ഹോസ്പിറ്റലിൽ നമ്മുടെ ബർമൻ ചേട്ടൻ മരിച്ചു. He was ill only for 2 days. 2 ദിവസമായിട്ടുള്ളൂ മൂപ്പർക്ക് അസുഖം വന്നിട്ട്. They found him in the morning of the first day in his room downstairs, helpless with pain. അയാളെ കണ്ടത് അയാളുടെ മുറിക്കകത്ത് താഴെ അയാൾ വീണ് കിടക്കുന്നതാണ്, സഹിക്കാൻ പറ്റാത്ത വേദനയും. His shoes and clothing were wet
ആൻഡ് ഐസി കോൾഡ്. അയാളുടെ ശരീരമൊക്കെ എന്താണ് നനഞ്ഞു കുതിർന്ന് കിടക്കായിരുന്നു, ഷൂസ് എല്ലാം നനഞ്ഞു കുതിർന്ന് കിടക്കായിരുന്നു. They couldn't imagine where he had been such a dreadful night. അത്തരം ഒരു ഭയാനകമായ ഭീതിജനകമായ രാത്രി എന്ന് വെച്ചാൽ അത്രയും മഞ്ഞും മഴയും പെയ്യുന്ന ആ ഒരു ദിവസം, ഇത്രയും തണുപ്പുള്ള സമയത്ത്, നിമോണിയുള്ള ആ ഒരു സമയത്ത് ഇയാൾ എങ്ങനെ പുറത്തെത്തിയെന്ന് ആർക്കും അറിയില്ല. ഇയാൾ എങ്ങനെ നനഞ്ഞു എന്ന് ആർക്കും അറിയില്ല. And then they found a lantern still lighted and a ladder that had been dragged from its place. ഒരു ലാൻഡേൺ എന്ന് പറഞ്ഞാൽ റാന്തൽ വിളക്കില്ലേ, അതാ ചിത്രത്തിൽ കാണുന്ന റാന്തൽ വിളക്ക്. അതുപോലെ തന്നെ ഒരു ലാഡർ, ഒരു വലിയ കോണിയും അവിടെ ചാരി നിൽക്കുന്നു, അവിടെ കണ്ടു. ആൻഡ് സം സ്കാറ്റേർഡ് ബ്രഷസ്, ചില ചിതറിക്കിടക്കുന്ന ബ്രഷുകൾ അയാൾ അവിടെ കണ്ടു. ആൻഡ് പാലറ്റ് എന്ന് പറയുന്ന സാധനമാണ് ചിത്രം വരയ്ക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്ന സാധനമല്ലേ, ചിത്രം വരയ്ക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ഒരു, നമ്മൾ പെയിന്റ് ഒക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമല്ലേ, അതാണ് ഈ എന്താ പറയുന്നത് പാലറ്റ് എന്ന് പറയുന്നത്. പാലറ്റ് വിത്ത് ഗ്രീൻ ആൻഡ് യെല്ലോ കളേഴ്സ് മിക്സ്ഡ് ഓൺ ഇറ്റ്, അതിൽ ഗ്രീനും യെല്ലോ കളേഴ്സും മിക്സ് ആക്കിയിട്ടുണ്ട്. ആൻഡ് ലുക്ക് ഔട്ട് ഓഫ് ദ വിൻഡോ ഡിയർ, മോളെ ഇനിയൊന്ന് ആ വിൻഡോക്കകത്ത് ഈ ഒന്നുകൂടെ നോക്കി നോക്ക്, നീ ഇന്നലെ വരെ നോക്കി കിടന്ന ആ ഇലകളില്ലേ, അറ്റ് ദ ലാസ്റ്റ് ഐവി ലീഫ് ഓൺ ദ വോൾ, അവസാനത്തെ ആ ഇലയുണ്ടല്ലോ അതിലേക്കൊന്ന് നോക്ക്. Did you wonder why it is never fluttered? നീ അത്ഭുതപ്പെട്ടിരുന്നോ അതെന്തുകൊണ്ട് ഫ്ലട്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ അനങ്ങുക, ചിറകടിക്കുക ശരിക്കും ഫ്ലട്ടർ എന്ന് പറയാ, ഇവിടെ ഇല അനങ്ങുന്നതിനാ പറയുന്നത്. എന്തുകൊണ്ട് അത് അനങ്ങിയില്ല? ഓർ മൂവ്ഡ് when the wind blow, ആ കാറ്റ് അടിച്ച സമയത്ത്, വീശിയ സമയത്ത് എന്തുകൊണ്ട് അത് അനങ്ങിയില്ല, നീ ചിന്തിച്ചിട്ടുണ്ടോ? ആ ഡാർലിംഗ്, ഇറ്റ് ഈസ് ബർമൻസ് മാസ്റ്റർ പീസ്. അത് വേറെ ഒന്നുമല്ല എൻ്റെ പൊന്ന് സുഹൃത്തെ, അത് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മനുഷ്യസ്നേഹിയായിട്ടുള്ള ബർമൻ എന്ന് പറയുന്ന വലിയ മനുഷ്യന്റെ മാസ്റ്റർ പീസ് ആയിരുന്നു. ഒന്നിനും കൊള്ളാത്തവരെന്ന് ആളുകൾ വിളിച്ചിരുന്ന, അല്ലെ, ഇവരുടെ വാച്ച് ഡോഗ് എന്ന് അദ്ദേഹം വിളിച്ചിരുന്ന, അതുപോലെ തന്നെ വൃദ്ധനായിരുന്ന, ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാതിരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും അല്ലെ. പക്ഷെ നമുക്കൊരു ഉപകാരം വരുമ്പോൾ ഈ പറയുന്ന മക്കളെ ഉണ്ടാവുള്ളൂ. അങ്ങനെ പഠിപ്പിസ്റ്റ് ആവണമെന്നില്ല, ക്ലാസ് ലാസ്റ്റ് ബെഞ്ചിലൊക്കെ ആയിരിക്കും, പക്ഷെ ഒരു ഉപകാരം വരും, കുട്ടി തലറ്റി വീണിട്ടുണ്ടെങ്കിൽ ഇവനായിരിക്കും വന്ന് പൊക്കി എടുത്തു കൊണ്ടുവന്ന്, മനസ്സിലായോ? അപ്പോൾ ഈ ബർമൻ എന്ന് പറയുന്ന ആളുടെ ഉള്ളിൽ ഹ്യൂമാനിറ്റി ഉണ്ട്, മനുഷ്യത്വം ഉണ്ട്. അയാൾ ആ രാത്രിയിൽ പോയിട്ട് മഴ കൊണ്ടിട്ട് സ്വന്തം ജീവൻ ബലി കൊടുത്തിട്ട് ചിത്രം വരച്ചതാണ്. ആ ചിത്രത്തിലുള്ള ഇലയാണ് ഈ പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ഹി പെയിന്റഡ് ഇറ്റ് there the night that the last leaf fell. ഓക്കെ, ആ ഇല വീണ, അവസാനത്തെ ഇല വീണ അന്ന് അദ്ദേഹം അവിടെ പോയിട്ട് വരച്ചു വെച്ചതാണ് ഈ ഒരു ഇല. ഇത് തന്നെയാണ് നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ചില മോട്ടിവേഷൻസ് ആയിരിക്കും നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ ട്രാക്കിലേക്കും തിരിച്ചു കൊണ്ടുവരുന്നത്. സോ മക്കളെ, നമ്മൾ പ്രതീക്ഷകൾ കഴിവിടാൻ പാടില്ല. ചാപ്റ്റർ അവിടെ അവസാനിക്കുകയാണ്. ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിയർ ആയിട്ടുണ്ട് കമന്റ് ചെയ്യുക. ഇവിടെയല്ല, നിങ്ങളുടെ യൂട്യൂബ് നമ്മുടെ ഈ ഒരു ലൈവ് കമന്റിലല്ല, അല്ലാതെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനകത്ത് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ സ്കെച്ച് ആണ്. ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്യാരക്ടർ സ്കെച്ച് വേണമെങ്കിൽ, ക്യാരക്ടർ സ്കെച്ച് എങ്ങനെ എഴുതുന്നു, ക്യാരക്ടർ സ്കെച്ച് ഇതിൽ 3 പേരുടെയും ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ചോദിക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കമന്റ് ചെയ്യണം. കമന്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ക്യാരക്ടർ സ്കെച്ച് പരീക്ഷയ്ക്ക് വരുന്നതാണ്. സോ അത് ചെയ്യും, വീഡിയോ ചെയ്യും. അതിനു മുമ്പേ ലൈക്ക് ബട്ടൺ അമർത്തുക. അതുപോലെ തന്നെ മാക്സിമം എന്ത് ചെയ്യുക, കമന്റും രേഖപ്പെടുത്തുക. അപ്പൊ നമ്മുടെ ക്ലാസ് അവിടെ അവസാനിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും എന്താ പറയാ, സംഭവങ്ങളൊക്കെ കത്തി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? യെസ്, ക്ലിയർ ആണെന്ന് കുറെ ആളുകൾ പറയുന്നുണ്ട്. അപ്പോ എന്താ പറയാ, 8:30 നിങ്ങളെ ക്ലാസ്സിന് ഞാൻ ഒരു സെക്കൻഡ് പോലും അപഹരിക്കുന്നില്ല. 8:28 തന്നെ നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. JK സാറ് നിങ്ങൾക്ക് ഫിസിക്സ് എടുക്കാൻ വേണ്ടിയിട്ട് വരാൻ പോകുന്ന തോന്നുന്നത്. ഏതായാലും യെസ്, നമ്മൾ അടിപൊളിയായിട്ട് ദ ലാസ്റ്റ് ലീഫ് എന്ന് പറയുന്ന 6 പേജുകളുള്ള വലിയ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു, കഥ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ക്യാരക്ടർ സ്കെച്ചിന് വേണ്ടിയിട്ട് താഴെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്.